നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആലപ്പുഴയിലെ NDA സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി പുന്നപ്ര വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയതിന് കടുത്ത പ്രതിഷേധവുമായി CPIM-ഉം CPI-യും. രക്തസാക്ഷികളെ അവഹേളിച്ച സന്ദീപിന്റെ നീക്കം ആസൂത്രിത കലാപത്തിനുള്ള ശ്രമമാണ് എന്ന് CPIM ആരോപിച്ചു. അതിക്രമത്തിനെതിരെ പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും CPI പരാതി നൽകി. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് ഇരു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും. നാമനിർദ്ദേശ പത്രിക നൽകുന്നതിന് മുമ്പായാണ് BJP സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതിയും 8ഓളം പ്രവർത്തകരും വലിയ ചുടുകാട് രക്തസാക്ഷി മണ്ഡപത്തിലെത്തിയത്. RSS മുദ്രാവാക്യങ്ങൾ മുഴക്കി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ സന്ദീപ് പാവപ്പെട്ട തൊഴിലാളികളെ കബളിപ്പിച്ച് രക്തസാക്ഷികളാക്കിയ കമ്മ്യൂണിസ്റ്റുകാരുടെ ചരിത്രമാണ് രക്തസാക്ഷി മണ്ഡപത്തിനുള്ളതെന്ന് പ്രതികരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ നാട്ടിലെ പട്ടികജാതിക്കാരോടും പിന്നാക്ക വിഭാഗങ്ങളോടും കാണിച്ചിട്ടുള്ള വഞ്ചനയുടെ പ്രതീകമാണ് ഇത്. ഇവിടെ ഉയരേണ്ടത് വഞ്ചനയുടെ സ്മാരകമാണ്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭാരതത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രതീകമാണിത്. സന്ദീപിന്റേത് ആസൂത്രിത കലാപത്തിനുള്ള നീക്കമാണെന്ന് CPM ആരോപിച്ചു. ആ സമയം പാർട്ടി പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ സംഘർഷമുണ്ടാകുമായിരുന്നുവെന്നും CPM സംസ്ഥാന കമ്മിറ്റി അംഗം CB ചന്ദ്രബാബു പറഞ്ഞു. ഏതൊരാൾക്കും കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല അത്. RSSന്റെ പ്രത്യേകിച്ച് RSSന്റെ ഇതുപോലുള്ള കാപട്യക്കാർക്ക് കയറി നിറങ്ങാനുള്ള സ്ഥലമല്ല രക്തസാക്ഷി മണ്ഡപം. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാകണമെങ്കിൽ RSSകാരൻ ഒരു 10,000 പ്രാവശ്യം വീണ്ടും മരിച്ചു ജനിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൈവശമുള്ള ഭൂമിയിൽ അതിക്രമിച്ചു കയറുകയും സംഘർഷ സാധ്യത ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തതിനെതിരെ CPI പോലീസിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകി. DGPക്കും SPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഞങ്ങൾ ഇത് സംബന്ധമായ പരാതി സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതിശക്തമായ നടപടികൾ ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണം. ഇത്തരം സ്ഥാനാർത്ഥികളെ അയോഗ്യരാക്കിയാണ് വേണ്ടത്. മാധ്യമ ശ്രദ്ധ ആകർഷിക്കാനുള്ള തരംതാണ നീക്കമാണ് സന്ദീപിന്റേതെന്ന് CPM സ്ഥാനാർത്ഥി PP ചിത്തരഞ്ജൻ പറഞ്ഞു. അതേസമയം സംഭവത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമാണ് ഒരുങ്ങുന്നത്. റിപ്പോർട്ടർ, ആലപ്പുഴ. ഈ വിഷയത്തിൽ സന്ദീപ് വചസ്പതി, NM പിയേഴ്സൺ രാഷ്ട്രീയ നിരീക്ഷകൻ M പ്രകാശൻ മാസ്റ്റർ, CPIM സംസ്ഥാന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നിവരാണ് നമ്മോടൊപ്പം ഇപ്പോൾ ഉള്ളത്. ആദ്യം സന്ദീപ്, മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് താങ്കൾ പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത് എന്നാണ് CPIM ആരോപണം. എങ്ങനെയാണ് ഇത് പ്രകോപനമാകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. കാരണം അവർ തന്നെ പറയുന്നുണ്ട്, അവർ ഈ രാജ്യത്തിന് വേണ്ടി മരിച്ചവരാണ്, സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്നാണ് CPM-ഉം CPI-യും ഇവരെ പറ്റി അവകാശപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ആ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമർപ്പിക്കാനാണ് ഞാൻ എത്തിയത്. ഞാൻ അവിടെ അക്രമം നടത്തിയില്ല, അതിൽ കരിയോയിൽ ഒഴിച്ചില്ല, അത് തകർക്കാൻ ശ്രമിച്ചില്ല, അവിടെ ഇരുന്ന് മദ്യപാനം നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഞാൻ പുഷ്പങ്ങൾ കൊണ്ടുവന്ന് അവിടെ അർപ്പിക്കുകയാണ് ചെയ്തത്. ഒരു പുഷ്പാർച്ചനയാണ് നടത്തിയത്. പുഷ്പാർച്ചന അനാദരവാണെന്നും അത് അട്ടിമറിക്കാനാണെന്നും ഒക്കെ പറഞ്ഞാൽ അത് ഈ പാർട്ടിക്ക് അവരുടെ ആശയത്തിലുള്ള സ്ഥൈര്യത്തിന്റെ കുറവാണ് കാണിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്കൾ അവിടെ വെച്ച് പറഞ്ഞത് സന്ദീപ്, ഇവിടെ ഉയരേണ്ടത് വഞ്ചനയുടെ സ്മാരകമാണ് എന്നാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഏറ്റവും വലിയ വഞ്ചനയുടെ പ്രതീകമായിട്ടാണ് താങ്കൾ ആ രക്തസാക്ഷി മണ്ഡപത്തെ കാണുന്നത്. അങ്ങനെ പറയുമ്പോൾ രക്തസാക്ഷികളോടുള്ള തന്നെ അപമാനമായിട്ടാണ് അതിനെ CPIM-ഉം CPI-യും കാണുന്നത്. അല്ല, അത് രക്തസാക്ഷികളോടുള്ള ആദരവും CPI അല്ലെങ്കിൽ അന്നത്തെ CPI, ഇന്നത്തെ രണ്ടു പാർട്ടികൾ, ഈ രണ്ടും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അവരുടെ ഇരട്ടത്താപ്പും വഞ്ചനയും തുറന്നു കാണിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാനൊന്ന് ചോദിക്കട്ടെ, എത്ര പേര് പുന്നപ്രയിലും വയലാറിലും കൊല്ലപ്പെട്ടു എന്ന കണക്ക് ഇവരുടെ കയ്യിലുണ്ടോ? ഉണ്ടെങ്കിൽ ഇവർ പുറത്തുവിടട്ടെ. എന്തുകൊണ്ടാണ് 70 വർഷം കഴിഞ്ഞല്ലോ, 75 വർഷമാകാൻ പോകുന്നു. പുന്നപ്രയിലും വയലാറിലും സ്വന്തം പാർട്ടിക്ക് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ ആഹ്വാനം അനുസരിച്ചെത്തിയ പാവങ്ങൾ എത്ര പേരുണ്ടെന്ന കണക്ക് പോലും അറിയാത്ത പാർട്ടിയാണോ ഇതേപ്പറ്റി പറയുന്നത്? കേരളത്തിന്റെ ചരിത്രത്തിൽ ഇവർ എത്രയോ കള്ളങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഇത് വഞ്ചനയുടെ പ്രതീകം തന്നെയാണ്. പാവപ്പെട്ട തൊഴിലാളികൾ ദയവായി തുടരുക, ഇത് വഞ്ചനയുടെ പ്രതീകമാണ്. ദയവായി തുടരുക. M പ്രകാശം മാസ്റ്റർ, മുതിര തോക്കിലിട്ടിട്ടാണ് വെടിവെക്കുക എന്ന് കർഷകരെ, തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് പുന്നപ്ര വയലാർ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ആക്ഷേപമാണ്. അപ്പോൾ ഈ തൊഴിലാളികളെ സ്മരിക്കുന്നതിന്, കമ്മ്യൂണിസ്റ്റ് വഞ്ചനയിൽ മരിച്ച രക്തസാക്ഷികളായ തൊഴിലാളികളെ അനുസ്മരിക്കുന്നതിന് വേണ്ടിയിട്ടാണത്രേ ആലപ്പുഴയിലെ BJP സ്ഥാനാർത്ഥി സന്ദീപ് വചസ്പതി ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയത്. സന്ദീപ് ഉൾപ്പെടെയുള്ള RSSന്റെയും BJPയുടെയും നേതാക്കന്മാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രം എന്താണ് എന്ന് അവർക്ക് അറിയില്ല.
ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ എത്രയോ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന നമ്മുടെ രാജ്യത്തിന്റെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു നിമിഷം പോലും പങ്കുവഹിച്ചിട്ടുള്ള ആരും തന്നെ BJP-യിലോ RSS-ലോ ഇല്ല. ആ കാലത്ത് ജയിലിൽ പോയിട്ട് ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി കൊടുത്തു വന്ന നേതാക്കന്മാരുടെ പാർട്ടിയാണ് ജനസംഘവും അതുപോലെ തന്നെ RSS-ഉം എല്ലാം. സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ച ചരിത്രം മാത്രമേ അവർക്കുള്ളൂ. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ കാലത്തുള്ള RSS-ന്റെയും എല്ലാം തന്നെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് അവിടെ ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഘട്ടത്തിൽ ബ്രിട്ടീഷുകാരുടെ കൂടെ ചേർന്ന് അവർക്ക് വേണ്ടി വിടുപണിയെടുത്ത അവരുടെ വേട്ടപ്പട്ടികളുടെ ജോലി എടുത്തിരിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ RSS-ന്റെ ആളുകൾ എന്നുള്ളത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഞങ്ങൾക്ക് സ്വാതന്ത്ര്യ പ്രസ്ഥാനം എന്ന് പറയുന്നത് അതല്ല. രാജ്യത്ത് ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും അതിന് സംരക്ഷിക്കുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ട് ഇഞ്ചിന് പോരാട്ടം നടത്തി ആ പോരാട്ടം ആയിരങ്ങളെ ഇവിടെ പുന്നപ്രവേലാർ മാത്രമല്ല രാജ്യത്തിന്റെ നാനാ മേഖലക്കകത്ത് ആയിരങ്ങളെ ബലി കൊടുത്ത പാർട്ടിയുടെ പേരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പുന്നപ്രവേലാർ സമരം എന്ന് പറയുന്നത് ഒരു ദിവസം രാവിലെ നടത്തിയിട്ടുള്ള സമരമല്ല. ഒരു ദിവസം രാവിലെ ഈ വെടിവെപ്പില് കുറെ ആളുകൾ മരിച്ചുകൊണ്ടൊരു സമരമല്ല. എത്രയോ മാസക്കാലം നിരന്തരമായിട്ട് മനുഷ്യന്റെ പച്ചമാംസവും ബ്രിട്ടീഷുകാരുടെ തോക്ക് തമ്മിൽ ഏറ്റുമുട്ടി ആ തോക്കിന് മുമ്പിൽ അതിശക്തമായ നിലക്ക് നെഞ്ചുറച്ചു നിന്ന് മരണമെങ്കിൽ മരണം എന്ന് കണ്ട് സമരം നടത്തിയുള്ളതാണ് പുനഃപ്രവേശന സമരം. അവിടെ ആളുകളുടെ ആളുകളുടെ എണ്ണമില്ലോണ്ടല്ല, ആയിരക്കണക്കിന് ആളുകളെ കൊന്നു തള്ളി അവരുടെ ശവമാകെ തന്നെ വലിയ ചുടുകാടിൽ കൊണ്ടുചെന്നിട്ട് പെട്രോൾ ഒഴിച്ചിട്ട് തീക്കൊളുത്തിയുടെ ഫലമായിട്ടാണ് ആളുകളുടെ എണ്ണത്തിന്റെ കൃത്യമായ കണക്കില്ലാത്തത്. ഇപ്പൊ ഒരു വലിയ പോരാട്ടത്തിൽ ഒരു യുദ്ധത്തിനകത്ത് മരിക്കുന്ന ആളുകളുടെ കൃത്യമായ കണക്ക് ആർക്കാണ് കണക്കാക്കാൻ കഴിയുക? ഈ ലോകത്തിന്റെ ചരിത്രത്തിൽ സാമ്രാജ്യത്വത്തോടും ജന്മിത്വത്തോടും നാടുവാഴിത്വത്തോടും സന്ധിയില്ലാതെ രാജ്യത്തിലെ തൊഴിലാളികൾ ഒരുപാട് വർഷക്കാലം നടത്തിയിരിക്കുന്ന സംഘടനാ പ്രവർത്തനത്തിന്റെ തുടർച്ചയായ സമരങ്ങളുടെ അതിനൊടുവിലുണ്ടായിട്ടുള്ള സായുധ സമരത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് പുനഃപ്രവേശന സമരം. അതിന്റെ അർത്ഥം എന്താണ് എന്ന് ഈ പറയുന്ന BJP-ക്കാർക്ക് മനസ്സിലാവില്ല. സ്വാതന്ത്ര്യ പ്രസ്ഥാനം തന്നെ എന്താണ് എന്ന് അറിയാത്ത ആളുകൾക്ക് ഈ ജന്മിത്വത്തിനും നാടുവാഴിത്വത്തിനും സാമ്രാജ്യത്വത്തിനും എതിരെയുള്ള സമരം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവാനാണ്? ഞങ്ങൾ എത്രയോ കാലമായി പവിത്രമായി നമ്മുടെ സ്വന്തം ഭൂമിയായി സംരക്ഷിക്കുന്ന ഒരു സ്ഥലത്ത് സ്വാതന്ത്ര്യ പ്രസ്ഥാനത്ത് ഒറ്റുകൊടുത്ത ജനങ്ങളെ പൂർണ്ണമായിട്ടും മതത്തിന്റെ അടിസ്ഥാനത്തിൽ വർഗീയമായിട്ട് വേർതിരിക്കാൻ ശ്രമിക്കുന്ന സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ കാലത്തുൾപ്പെടെ ബ്രിട്ടീഷുകാരുടെ അവർക്ക് വിടുപണി ചെയ്തിരിക്കുന്ന കുറെ ആളുകൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത രക്തസാക്ഷികളുടെ ഭൂമിയിലേക്ക് അതിക്രമിച്ച് കടക്കുന്നത് കലാപം ഉണ്ടാക്കാനാണ്, കുഴപ്പമുണ്ടാക്കാനാണ്. ശരി, ദയവായി തുടരുക. സന്ദീപ് വാചസ്പതി മറുപടി. ഇവിടെ ബഹുമാനപ്പെട്ട ദാസനോട് എനിക്ക് ചോദിക്കാനുള്ളത്, അന്ന് 2-3 തവണ ഇപ്പൊ ആവർത്തിക്കുന്നുണ്ടായിരുന്നല്ലോ ആയിരക്കണക്കിന് പേരുന്ന് CPIM-ന്റെ സംസ്ഥാന കമ്മിറ്റിയോ അഖിലേന്ത്യാ കമ്മിറ്റിയോ അത്തരം ഒരു കണക്ക് അംഗീകരിച്ചിട്ടില്ലല്ലോ ശ്രീദാസ്. CPIM-ന്റെയും CPI-യുടെയും കണക്കിൽ 500-600 അല്ല, അതല്ലല്ലോ കണക്കിന്റെ വിഷയം അല്ലല്ലോ ഇവിടെ പ്രകാശം മാഷ് പറയുന്നത്. പ്രകാശം മാഷ് പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യ സമരവുമായി ഒരു പുലബന്ധവുമില്ല, നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. അല്ല, ഞാൻ അതിലേക്ക് വരാം നിതീഷ്. അതിന് മുൻപ് ഒരു കാര്യം കൂടെ പറയട്ടെ. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അദ്ദേഹം ചോദിക്കൊണ്ട് യുദ്ധത്തിൽ പങ്കെടുത്തവർ എത്ര പേര് മരിച്ചു എന്ന് കണക്കുണ്ടോ എന്ന് അങ്ങ് ഒന്ന് പരിശോധിക്കണം ചരിത്രം. എന്ന് പറഞ്ഞതൊരു മണ്ടത്തരമാണ്. 2ാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത് മരിച്ച മുഴുവൻ ആൾക്കാരുടെയും പേര് ഇന്ത്യ ഗേറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. INA-യുടെ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പേരുകളുണ്ട്, എല്ലായിടത്തും പേരുകളുണ്ട് സർ. നിങ്ങൾക്കറിയില്ല സന്ദീപ്, അതൊന്നുമല്ല വിഷയം. നോക്കൂ, ഈ പ്രഖ്യാപിത യുദ്ധങ്ങൾ ഒരു മിനിറ്റ് അവകാശത്തോടു കൂടി, ഈ പ്രഖ്യാപിത യുദ്ധങ്ങൾക്കൊക്കെ ഒരു നിയമമുണ്ട്, നിയന്ത്രണമുണ്ട്. ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ അടിച്ചമർത്തിയിട്ടുള്ളത്? അതൊരു പ്രഖ്യാപിത യുദ്ധമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എത്ര പേർ മരിച്ചിട്ടുണ്ടെന്ന് സന്ദീപ് വാചസ്പതിക്ക് അറിയാമോ? CP രാമസ്വാമി അയ്യരുടെ പോലീസുമായിട്ടാണ് ഇവർ ഏറ്റുമുട്ടതെന്നാണ് എനിക്ക് അറിയുന്ന ഒരു കാര്യം. ഞാൻ പറഞ്ഞത്, എന്തിനാണ് പോലീസുകാരുടെ തോക്കിൽ നിന്ന് വരുന്നത് ഉപ്പും മുദ്രയുമാണെന്ന് പാവങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത്? ഇതൊക്കെ നിങ്ങളുടെ ഡോക്ട്രിനാണ് ശ്രീ വാചസ്പതി. ഇതൊക്കെ നിങ്ങളുടെ ലേഖനങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ്. മുദ്രയടിച്ചാണ് വെടിവെക്കുക എന്നുള്ളത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്യുമെന്റിന്റെ ഭാഗമാണ്. അതൊക്കെ ശാസ്ത്രീയമായി ആരാണ് ചരിത്രത്തിൽ എഴുതി വെച്ചതായി കണ്ടിട്ടുള്ളത്? ഞാൻ പറയാം. അത് നികേഷ് അങ്ങ് ഇത് വളച്ചൊടിക്കരുത്. ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത നികരത്തിൽ ഗംഗാധരൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം കൊടുത്ത അഭിമുഖങ്ങളുണ്ട്. 1. 2, CPI നേതാവായ KC ജോർജിന്റെ ആത്മകഥ നിങ്ങൾ വായിക്കൂ.
ശരി, ശ്രീ സന്ദീപ് വാചസ്പതി, സംഘപരിവാറിന് ഇങ്ങനെ ചില കാര്യങ്ങൾ പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പൊതുയോഗത്തിൽ പറയാം, നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതാം. ഇത് പുന്നപ്ര വയലാർ സമര നായകർക്കുള്ള സ്മാരകം എന്ന് പറയുന്നത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അവിടെ ട്രസ്പാസ് ചെയ്യുകയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത്. അത് തൊട്ടടുത്തുള്ള CPI ഓഫീസിലുള്ളവരോ അവിടെയുള്ള CPIMകാരോ ഒക്കെ കണ്ടിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകും. അങ്ങനെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ആസൂത്രിത നീക്കമായിരുന്നു താങ്കളുടെ ഭാഗത്ത് നിന്ന് എന്നാണ് ഇന്ന് CPIM നേതാക്കൾ പറയുന്നത്. അങ്ങനെയല്ലല്ലോ നികേഷ്, ഇവർ അവകാശപ്പെടുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളല്ലേ? എങ്ങനെ CPIMന്റെ പ്രോപ്പർട്ടി ആവും? സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളാകുന്ന അവർ കമ്മ്യൂണിസ്റ്റുകാരായ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പ്രോപ്പർട്ടിയാണത്. സാർ അല്ല സർ, ഇന്ത്യ ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്ന സ്വാതന്ത്ര്യ സമര സേനാനികളാണത്. അതെ, ഇന്ത്യ ഗവൺമെന്റ് സ്വാതന്ത്ര്യ സമരമായ ശരി, ഞാനും താങ്കളുമായിട്ടുള്ള തർക്കമല്ലല്ലോ അത്. 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറിമാരുടെ കീഴിലുള്ള ഒരു പ്രോപ്പർട്ടിയാണത്. ശ്രീ NM പിയേഴ്സൺ, താങ്കൾക്ക് എന്താണ് ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ളത്? സന്ദീപ് വാചസ്പതി ചെയ്തതിനെ താങ്കൾ എങ്ങനെ കാണുന്നു? അല്ല, ഇതിൻ്റെ അകത്ത് നികേഷ് വളരെ പ്രധാനപ്പെട്ടത് മനുഷ്യരെ സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സാമാന്യമായ ചില മര്യാദകൾ കാണിക്കണം. ആ മര്യാദ സന്ദീപ് വാചസ്പതി എന്ന് പറയുന്ന ഈ മഹാനായിട്ടുള്ള മനുഷ്യൻ ഇല്ലാതെ പോയി. എന്റെ അടുക്കളയിൽ കയറി എന്റെ ബക്കറ്റ് കയറാൻ വരുന്നതായിട്ടുള്ള ഒരു തെമ്മാടിയെ എന്താണ് ചെയ്യേണ്ടത്? തല്ലി നടുവടിച്ച് പുറത്തുവിടുകയാണ് ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകത്തെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ അടുക്കളയിൽ കയറിയിരിക്കുന്നതായിട്ടുള്ള ഒരു തെമ്മാടിയാണ് യഥാർത്ഥത്തിൽ വാചസ്പതി എന്നുള്ള കാര്യം, സന്ദീപ് വാചസ്പതി എന്നുള്ള കാര്യമാണ് അദ്ദേഹം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങളെല്ലാം പറയാം. പക്ഷേ ഇത്തരത്തിൽ അന്യന്റെ പ്രോപ്പർട്ടി താങ്കൾ സൂചിപ്പിച്ചതുപോലെ കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകമാണ്. അവിടെ കയറാൻ ഇവനാരെ? അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവനെന്താ അവകാശം ആ പ്രദേശത്ത് വരാനായിട്ട്? കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ച് അക്കാലത്ത് പുന്നപ്ര വയലാർ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ വീട്ടില് അവരുടെ അമ്മ-പെങ്ങന്മാർക്ക് മാനമായി ജീവിക്കാനായിട്ട് കഴിയുമായിരുന്നില്ല. അതിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നടന്ന വലിയ യുദ്ധമായിരുന്നത്. നിനക്ക് ഈ കാര്യത്തിൽ എന്താ അവകാശം എന്ന് ചോദിക്കണം ഇത്തരം തെമ്മാടിത്തരം കാണിക്കാനായിട്ട്? നമുക്ക് പരാമർശങ്ങൾ കുറച്ചുകൂടി മാന്യമാകാം. ശ്രീ NM പിയേഴ്സൺ, താങ്കളുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. തോന്നിവാസങ്ങൾ കാണിക്കുന്നതിന് പരിധിയില്ലേ? മര്യാദ കാണിക്കേണ്ട മനുഷ്യര് സമൂഹത്തിൽ ജീവിക്കുന്ന സമയത്ത് സാമാന്യ മര്യാദയുടെ പുറത്തു മാത്രമാണ് നമുക്കൊക്കെ ജീവിക്കാനായിട്ട് കഴിയുന്നത്. ഇത്തരത്തിൽ അന്യായവും തോന്നിവാസവും കാണിക്കാനായിട്ട് സന്ദീപ് വാചസ്പതി എന്ന് പറയുന്നവൻ ആരാണ്? എന്തായിരിക്കണം സന്ദീപ് വാചസ്പതിയുടെ BJPയുടെ ലക്ഷ്യം? ആലപ്പുഴ പോലൊരു ജില്ലയിൽ എന്ത് നേട്ടമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കാനുള്ളത്? പക്ഷേ നാമനിർദ്ദേശ പത്രിക കൊടുക്കാൻ പോകുമ്പോഴേക്കും അദ്ദേഹത്തിന് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തണം, അവിടെ പോയി RSS മുദ്രാവാക്യം മുഴക്കണം. ഇന്ന് CPMന്റെയും CPIയുടെയും നേതാക്കൾ അവിടെ നിന്നുള്ള റിയാക്ഷനിൽ പറഞ്ഞത് ഭാഗ്യത്തിന് തൊട്ടടുത്ത് ഉള്ള CPI ഓഫീസിലെ ആരും കണ്ടിട്ടില്ല, അവിടെ CPMകാർ ആരും ഉണ്ടായിരുന്നുവെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. അത് ഒരു ആശങ്ക ഒഴിയൽ കൂടിയാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന്. എന്തായിരിക്കണം BJPയുടെ ഇക്കാര്യത്തിലുള്ള ലക്ഷ്യം? ഇപ്പോൾ ഒരു ടെലിവിഷൻ ചാനൽ ഒരു സർവേ പോകുന്നുണ്ട്. അതിൽ അവർ കണ്ടെത്തിയിട്ടുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട പാർട്ടി BJP ആണ് എന്നാണ്. ഏതാണ്ട് 30-35% അടുത്ത് വരും ആ വെറുക്കപ്പെട്ടവ കണക്ക്. പിയേഴ്സൺ, അല്ല, ഞാൻ പറഞ്ഞത് മനുഷ്യൻ കാണിക്കേണ്ട സാമാന്യ മര്യാദയും സാമാന്യ രാഷ്ട്രീയ ബോധവും സാമൂഹ്യ നീതിയും ഒക്കെ കാണിക്കാത്ത ആളുകളെ അതേപോലെയാണ് കൈകാര്യം ചെയ്യേണ്ട സമൂഹം. അവരോട് സംസാരിച്ചിട്ട് എന്താ കാര്യം? ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പൈതൃകത്തിന്റെ മേൽ ആക്രമിക്കാനായിട്ട് കഴുത്ത് കയറാനായിട്ട് ഇവർക്ക് എന്താണ് അവകാശം? നമ്മൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നതാണ് സന്ദീപ് വാചസ്പതിയുടെ അടുക്കളയിൽ നമ്മൾ കയറി ആക്രമിക്കുന്ന പോലെയാണ് തോന്നിയാസ്ഥാനങ്ങൾ കാണിച്ചിരിക്കുന്നത്. അതിനങ്ങനെ തന്നെ കണക്കാക്കാൻ പാടുള്ളൂ. അവിടെ വേറെ യാതൊരുവിധമായിട്ടും മര്യാദയുടെ അല്ല, അവിടെ ഒരു രാഷ്ട്രീയ സന്ദേശം സന്ദീപ് വാചസ്പതിയോ അല്ലെങ്കിൽ BJPയോ മുന്നോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അതായത് പുന്നപ്ര വയലാർ സമരങ്ങളോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സ്വാതന്ത്ര്യ സമരമോ ഒക്കെ തന്നെയും യഥാർത്ഥത്തിൽ വ്യാജ നിർമ്മിതിയായിരുന്നു, മുദ്രയിട്ട് വെടിവെക്കുന്നു എന്നുള്ള ആശയങ്ങളൊക്കെ സന്ദീപ് വാചസ്പതി അല്പം മുമ്പ് പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടല്ലോ. പിയേഴ്സൺ,
അല്ല, ശരിയാണ്. വ്യാജ ചരിത്ര നിർമ്മാണത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ തിരിച്ചറിയുകയും അത് തുറന്നു കാണിക്കുകയും ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിലോ ഇന്ത്യയുടെ നിർമ്മിതിയിലോ യാതൊരു പങ്കുമില്ലാതിരിക്കുകയും അതോടൊപ്പം തന്നെ ഇന്ത്യയെ ഒറ്റുകൊടുക്കുകയും ചെയ്തിരിക്കുന്നതായിട്ടുള്ള RSSകാർക്കും അതേപോലെ അതിന്റെ നേതാക്കന്മാർക്കും എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിന്റെ മേൽ ഒരു പൈതൃകം അവകാശപ്പെടാനായിട്ട് കഴിയുക? അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരം കാര്യങ്ങളിലേക്കാണ് ചർച്ചകൾ പോകേണ്ടത്. ശരി, ദയവായി തുടരുക. ശ്രീ സന്ദീപ്, താങ്കൾക്കെതിരെ നിശിതമായ വിമർശനമാണ് ശ്രീ NM പിയേഴ്സൺ ഉന്നയിക്കുന്നത്. താങ്കൾ അത് കേട്ടിട്ടുണ്ടാകില്ല, ഇടയ്ക്ക് താങ്കൾ ലൈൻ കട്ടായിരുന്നു. പ്രധാനമായും അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണം കമ്മ്യൂണിസ്റ്റ് പൈതൃകത്തിൽ അതിക്രമിച്ച് കയറിയ ആളാണ് താങ്കൾ. സന്ദീപ് വാചസ്പതിയുടെ അടുക്കളയിൽ കയറി ഞാൻ ചെയ്യുന്നത് പോലെയാണ് കമ്മ്യൂണിസ്റ്റ് പൈതൃകത്തിന്റെ മേൽ താങ്കൾ നടത്തിയ ആക്രമണം എന്ന ആക്ഷേപമാണ് ശ്രീ NM പിയേഴ്സൺ ഉന്നയിക്കുന്നത്. എനിക്ക് ശ്രീ NN പിയേഴ്സിനോട് വളരെ ബഹുമാനമാണുള്ളത്. പക്ഷെ അദ്ദേഹത്തോട് ഞാൻ വിനയത്തോടെ പറയട്ടെ, ഞാൻ എങ്ങും അതിക്രമിച്ചു കയറിയിട്ടില്ല. അത് തുറന്നു കിടക്കുന്ന ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. നിങ്ങളുടെ വിഷ്വലുകളിൽ തന്നെ കാണാം. ഞാൻ അതിൽ നടന്നു കയറി സ്വാതന്ത്ര്യ സമര സേനാനികളെന്ന് ഈ നാടിനു വേണ്ടി മരിച്ചവരെന്ന് അവകാശപ്പെടുന്നവർക്ക് ആദരമർപ്പിക്കുക. ഞാൻ ചോദിക്കട്ടെ, എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? നിങ്ങൾ പറയുന്ന നിങ്ങളുടെ അഭിമാന സ്തംഭമായ എവിടെയാണ് സന്ദീപ് വാചസ്പതി? ഇവിടെ അസഹിഷ്ണുതയില്ല. ഞാനൊന്നിടത്തെ പ്ലീസ്. ഈ ഞാൻ പറയുന്നത്, നിങ്ങളുടെ അഭിമാന സ്തംഭങ്ങളായി നിങ്ങൾ പറയുന്ന ആൾക്കാരെ പൊതുസമൂഹത്തിലുള്ള മറ്റൊരാൾ വന്ന് ആദരിച്ചാൽ എന്താണ് കുഴപ്പം? ഇവിടെ ആദരവിനല്ല സാർ പ്രശ്നം. ഇവിടെ പ്രശ്നം ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കാണ്. നിങ്ങൾക്ക് ആ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ഈ പാവങ്ങളെ തള്ളിവിട്ട നേതാക്കന്മാർ എവിടെയായിരുന്നു? VS അച്യുതാനന്ദൻ പൂഞ്ഞാറിലായിരുന്നു. EMS യോഗക്ഷേമ സഭയുടെ യോഗത്തിലായിരുന്നു. TV തോമസ് സ്വന്തം വീട്ടിലായിരുന്നു. ഒരു നേതാവും കൊല്ലപ്പെട്ടില്ലല്ലോ. നിരപരാധികളായ പാവങ്ങളാണ് കൊല്ലപ്പെട്ടത്. അതാണ് ഞാൻ വഞ്ചന എന്ന് പറഞ്ഞത്. ഇത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ വഞ്ചനയാണ്. നിങ്ങൾ എത്ര മൂടി വെച്ചാലും അത് കാലം ചർച്ച ചെയ്യും, ചർച്ചയാക്കണം എന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇങ്ങനെ ചില സമരങ്ങളെ കുറിച്ച് പറയാനുണ്ട്, രക്തസാക്ഷികളെ കുറിച്ച് പറയാനുണ്ട്. നേരത്തെ M പ്രകാശ മാസ്റ്റർ പറഞ്ഞത് അങ്ങനെ ഒരു കാര്യവും പറയാനില്ലാത്തവരെന്നു മാത്രമല്ല, ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നക്കികളായിട്ടുള്ള സംഘപരിവാറാണ് ഈ നിലയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പൈതൃകത്തിന് മേൽ ആക്രമണം നടത്തുന്നത്. അത് പ്രകാശൻ മാസ്റ്റർ ആദ്യം നാഷണൽ ആർക്കൈവ്സിൽ കിട്ടുന്ന രേഖകളൊന്ന് പരിശോധിക്കണം. PC ജോഷി മാക്സ്വെല്ലിന് എഴുതിയ 100 കണക്കിന് മാപ്പ് അപേക്ഷകളുണ്ട്. സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കാൻ തയ്യാറാക്കിയ കരാറുകളുണ്ട്. ഡാങ്കെ എഴുതിയ കത്തുകളുണ്ട്. അത് ഡാങ്കെ കത്തുകൾ എന്ന പേരിൽ പ്രസിദ്ധമാണ്. ആദ്യം ചരിത്രം പഠിച്ചിട്ട് വന്ന് സംസാരിക്കണം ദയവ് ചെയ്തെന്ന് ഞാൻ പറയുകയാണ്. ബ്രിട്ടീഷുകാർ ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒറ്റുകൊടുത്ത, സുഭാഷ് ചന്ദ്രബോസിനെ ഒറ്റുകൊടുത്ത, സുഭാഷിനെ ചെറ്റ എന്നും ജപ്പാൻകാരുടെ കാല് നക്കി പട്ടി എന്നും വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ പൈതൃകം ദയവ് ചെയ്ത് എന്നോട് പറയരുത്. അതിനോട് എനിക്ക് പരമപുച്ഛമാണുള്ളത്. കമ്മ്യൂണിസ്റ്റുകാരെ ആക്രമിക്കാൻ അല്ലാതെ സ്വന്തം പക്ഷത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ റോൾ എന്താണെന്ന് സന്ദീപ് വാചസ്പതി ഇതുവരെ പറഞ്ഞില്ല. സ്വന്തം പക്ഷത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ റോൾ എന്താണെന്ന് അറിയണമെങ്കിൽ ചരിത്രം പഠിക്കണം. RSSന്റെ സ്ഥാപകനായ ഡോക്ടർ KP ഖഡ്ഗേവാർ വനസത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് 6 മാസത്തോളം ജയിൽ ശിക്ഷ അനുഭവിച്ച ആളാണ്. അദ്ദേഹം KPCCയുടെ വിദർഭ പ്രാന്തത്തിന്റെ സെക്രട്ടറി ആയിരുന്നു. ഗാന്ധിജി അടക്കമുള്ളവരുടെ ശിഷ്യനായിരുന്നു. ആദ്യം ചരിത്രം പഠിക്കും, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഖഡ്ഗേവാൾ 6 മാസത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ശ്രീ പ്രകാശ് മാസ്റ്റർ. ഈ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് 10,000 പങ്കെടുത്തിട്ടുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ 5 പേരുടെ പേരുകൾ സന്ദീപിന് പറയാൻ വേണ്ടി കഴിയുമെങ്കിൽ അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത പാർട്ടിയായിരുന്നു ഞാൻ സമ്മതിക്കാം. അങ്ങനെ ഒരു പേരും പറയാൻ വേണ്ടി കഴിയാത്തൊരു പാർട്ടിയാണ് BJPയും RSSഉം. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് അല്ലാതെ ജയിലിൽ കടന്നിട്ടുള്ള ചരിത്രമല്ലാതെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഒരു ചരിത്രവും ഒരു BJP നേതാക്കന്മാർക്ക് പറയാനാവില്ല. എന്ന് മാത്രമല്ല, അതല്ല നമ്മുടെ ദൗത്യമെന്ന് സർസംഘ് ചാലകുമാരെ കൃത്യമായി എഴുതി വെച്ചിട്ട് പോലുമുണ്ട്. മാത്രമല്ല, നിങ്ങൾ അന്ന് ബ്രിട്ടീഷുകാർക്ക് എഴുതിയിരിക്കുന്ന RSSകാരുടെ കത്തുകളിൽ ഈ സ്വാതന്ത്ര്യ സമരത്തെ തണുപ്പിക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ നേതൃത്വപരമായ പങ്കുവഹിക്കുന്നതാണ് എന്ന് എത്രയോ തവണ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘ്. മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ സമരത്തിൽ നേതാക്കന്മാർ മരിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും വലിയ നേതാക്കന്മാരിൽ ഒരാളാണല്ലോ മഹാത്മാഗാന്ധി. അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ട് മരിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നേതാവേ അല്ല എന്ന് പറയുന്നതാണോ ശരി? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് നിരവധി ആളുകൾ മരിച്ചിട്ടുണ്ട്. എന്നാൽ നെഹ്റു മരിച്ചിട്ടില്ലല്ലോ, ഗാന്ധി മരിച്ചിട്ടില്ലല്ലോ, AKG VMS മരിച്ചിട്ടില്ലല്ലോ എന്ന് പറയുന്നത് ചരിത്രത്തിന്റെ ABC അറിയാത്ത ആൾക്കാണ്. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ ചരിത്രത്തിലുള്ള
എല്ലാ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളെയും പരിശോധിക്കുമ്പോൾ അതിന്റെ എല്ലാ നേതാക്കന്മാരും നേതാക്കന്മാർ ചിലർ മരിച്ചു കാണും. എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള പോരാളികൾ തന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും. ആളുകള് നേതാക്കന്മാർ മരിച്ചിട്ടില്ലല്ലോ, ഈ ആളുകളല്ലേ മരിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ചരിത്രം എന്താണ് എന്നുള്ളതിന്റെ ABCD സന്ദീപിന് അറിയില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ്. എന്നും മാത്രമല്ല, സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത് മരിച്ചിരിക്കുന്ന ആളുകളുടെ അവരെ ബഹുമാനിക്കുന്ന ഒരു ബലികൂടീരത്തിൽ ചെന്ന് അവരെ അധിക്ഷേപിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിനെ പ്രകീർത്തിക്കാനല്ല സന്ദീപോടെ പോയത്. സന്ദീപ് എന്തിനാ പോയിരിക്കുന്നത്? സ്വാതന്ത്ര്യ സമരത്തിൽ നിങ്ങൾ വഞ്ചിക്കപ്പെട്ട് പങ്കെടുത്തവരാണെന്ന് പറയാനാണ്, അവരെ കുറ്റപ്പെടുത്താനാണ്. ഒരു ജീവിതത്തിലെ ഏറ്റവും മഹത്തരമായ കാര്യമാണ് രക്തസാക്ഷിത്വം. സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കുന്ന പ്രവർത്തനത്തെയാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. അതെല്ലാവർക്കും സാധിക്കുന്നതല്ല. സമൂഹത്തിന് വേണ്ടി പലതും ത്യജിക്കുന്നവരുണ്ടാവാം. പക്ഷെ സമൂഹത്തിന് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ ത്യജിക്കാനാവുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ്. അവരാണ് രക്തസാക്ഷികൾ. ആ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്നതിന് പകരം അവരെ അപമാനിക്കാൻ അവരുടെ കേന്ദ്രത്തിൽ ചെന്ന് പറയുന്ന ആള് അത് എത്രമാത്രം കടുത്ത അന്യായമാണ് കാണിക്കുന്നതെന്ന് ഈ സമൂഹത്തിന് ബോധ്യമുണ്ട്. ഈ രക്തസാക്ഷികളെ ബഹുമാനിക്കുന്ന ആരുടെയെങ്കിലും കണ്ണിൽ സന്ധിപ്പെട്ടിരുന്നുവെങ്കിൽ എന്താണ് സംഭവിക്കുമായിരുന്നുവെന്ന് ഈ കേരളത്തെ അറിയുന്ന മുഴുവൻ ആളുകൾക്കും പകൽ വെളിച്ചം പോലെ ചിന്തിക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് ഇത് തികഞ്ഞ അന്യായമാണ്, അനീതിയാണ്, രക്തസാക്ഷികളെ അപമാനിക്കലാണ്, മാപ്പർഹിക്കാത്ത കുറ്റമാണ്. കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യത്തോട് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് രക്തസാക്ഷികളോട് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യനും കാണിക്കാത്ത ധിക്കാരവും അതുപോലെ തന്നെ അപമാനകരവുമായിട്ട് കൃത്യമാണ് സന്ദീപിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഉദ്ദേശിക്കുന്നത് എന്താ? ഉദ്ദേശിക്കുന്നത് ഇവിടെ BJP-ക്കാർക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ വേണ്ടി പോലും കമ്മ്യൂണിസ്റ്റുകാർ അനുവദിക്കുന്നില്ല എന്ന് പറയാനാണ്. കാരണം ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ അടികിട്ടുമല്ലോ സന്ദീപിന്. അടികിട്ടിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച BJP നേതാവിന് അടികിട്ടിയെന്ന് രാജ്യത്താകെ പറയാം. അല്ല, നോക്കൂ, സാധാരണഗതിയിൽ ഈ കോളേജ് ഇലക്ഷനിൽ കേട്ടിട്ടുണ്ട് ശ്രീ പ്രകാശം മാസ്റ്റർ, ജയിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ വോട്ടെടുപ്പിൻ്റെ ഒരു ഒന്ന് രണ്ട് ദിവസം മുമ്പ് ഒരു ബാൻഡേജ് ഇട്ട് വരിക എന്നുള്ളത്, അത് പെൺകുട്ടികൾക്കെല്ലാം സഹതാപ തരംഗം ഉണ്ടാക്കും. അങ്ങനെ കോളേജ് ഇലക്ഷനിൽ ജയിക്കാൻ കഴിയുമെന്നൊക്കെ നമ്മൾ കോളേജ് ഇലക്ഷനിൽ കണ്ടിട്ടുള്ള കാര്യമാണ്. ഇവിടെ ഒരു സ്വാതന്ത്ര്യ സമര ബലികുടീരത്തിൽ RSS മുദ്രാവാക്യം എന്നുള്ളത് സ്വാതന്ത്ര്യ സമര സേനാനികളെ, രക്തസാക്ഷികളെ അപമാനിച്ച രീതിയിലുള്ള പ്രസ്താവന, ഇതൊക്കെ നിങ്ങൾ തല്ലും എന്ന ആഗ്രഹത്തിന്റെ പുറത്താണ് ശ്രീ പ്രകാശം മാസ്റ്റർ. അതാണ് ഉദ്ദേശം. അതാണ് BJP സന്ദീപിനെ നിയോഗിച്ചയച്ചത് തല്ലുവാങ്ങിക്കാനാണ്. എന്നിട്ട് പുന്നപ്രവല രക്തസാക്ഷി സ്മാരകത്തിൽ വെച്ച് BJP-യുടെ നേതാവിനെ, സ്ഥാനാർത്ഥിയെ തല്ലിയിരിക്കുന്നു. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ്, പിണറായി വിജയന്റെ ഗവൺമെന്റാണ്. പിണറായി വിജയൻ ഭരിക്കുന്ന കാലത്ത് കേരളത്തിൽ സ്ഥാനാർത്ഥികൾക്ക് പോലും രക്ഷയില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പുറപ്പാടാണിത്. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ വലിയ നിലക്ക് സംഘർഷഭരിതമാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്. കേന്ദ്ര ഭരണകക്ഷി ഒരു കാരണവശാലും ഒരു സംസ്ഥാനത്ത് കാണിച്ചുകൂടാത്ത ഒരു നടപടിയാണ്. കേരളത്തിൽ ഒരു കലാപം ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്വന്തമായി കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പവിത്രമായി കരുതുന്ന ഒരു ഭൂമിയിലേക്ക് കടന്നു എന്ന് അവരെ അപമാനിക്കുക, അവരെ തെറിവിളിക്കുക, എന്നിട്ട് തല്ലുവാങ്ങുക, എന്നിട്ട് എന്നെ തല്ലിയിരിക്കുന്നു നാട്ടിലാകെ പ്രചരിപ്പിക്കുക. ഇത് വളരെ വളരെ തെറ്റായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടാണ്. BJP-ക്കാർക്ക് അല്ലാതെ ഇങ്ങനൊരു നിലപാട് ആർക്കും സ്വീകരിക്കാൻ കഴിയില്ല. BJP നേതാക്കന്മാർ കേരളത്തോട് മാപ്പ് പറയണം ഇങ്ങനെ ഒരു ധിക്കാരപരമായ നിലപാട് സ്വീകരിച്ചതിന് എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഇതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ട ആളുകൾ ഈ ധിക്കാരത്തെ, ഈ അന്യായത്തെ, ഈ അനീതിയെ, ഈ നാടിന് വേണ്ടി വീണു മരിച്ച രക്തസാക്ഷികളെ അപമാനിക്കുന്നതിന് വേണ്ടിയുള്ള ഈ നീക്കത്തെ അപലപിക്കാൻ മുന്നോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പക്ഷേ NM Pearson, BJP അത്ര വലിയ പ്രതിസന്ധിയിലാണോ? കേരളം ഭരിക്കുന്നതിന് വേണ്ടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പൊരുതുന്നത് എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിൽ പിന്നീട് 30-35 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കാനാകുമെന്നായി. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാകുമ്പോൾ കോൺഗ്രസിൽ പോലും ഒരു കാലത്തും കാണാത്ത രീതിയിലുള്ള തമ്മിലടിയാണ് ഏതാണ്ട് എല്ലായിടത്തും കാണുന്നത്. ജയിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ഒരു മണ്ഡലം ചൂണ്ടിക്കാണിക്കാൻ ഇപ്പോൾ BJP-ക്ക് സാധിക്കുന്നില്ല. BJP പ്രതീക്ഷിക്കാത്ത പ്രതിസന്ധി അവരെ തേടി വരുന്നുണ്ടോ? അത് ശരിയാണ് നികേഷേ, അപ്രതീക്ഷിതമായിട്ടുള്ള പ്രതിസന്ധികളിൽ അവർ ഉഴലുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ പ്രശ്നം ഇവിടെ അതല്ലല്ലോ. നമ്മൾ ഈ പ്രശ്നങ്ങളിൽ നടന്നു പോകുന്നത് ശരിയല്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാല് സ്വന്തം ജീവരക്തം കൊണ്ട് ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തുന്ന ആളുകളാണ് നമ്മൾ സാധാരണ രക്തസാക്ഷികൾ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു. പുന്നപ്രവേല സമരം നടക്കുന്ന കാലഘട്ടത്തിലെ ദളിതരായിട്ടുള്ള ആളുകൾക്കും ഈഴവരായിട്ടുള്ള ആളുകൾക്കും അതേപോലെ തന്നെ സമൂഹത്തിൽ അധസ്ഥിതരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവരുടെ കുടുംബത്തിൽ മാനം മര്യാദയെ ജീവിക്കാൻ കഴിയുമായിരുന്നില്ല. തെമ്മാടികളായിട്ടുള്ള ജന്മിമാരും അതേപോലെ തന്നെ അവരുടെ ഗുണ്ടകളും
ഈ സ്ത്രീകളുടെ മേൽ നിരന്തരമായി കൈവെക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള പോരാട്ടം നടത്തുന്നതിനെ യാതൊരു വിധമായിട്ടുള്ള ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാതെ തന്റെ ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും മാന്യമായി ജീവിക്കണമെന്ന് കരുതിയ മനുഷ്യരുടെ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിന്റെ മേൽ യഥാർത്ഥത്തിൽ സന്ദീപ്, എനിക്ക് നിങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ്, നിങ്ങളുടെ ബഹുമാനമുള്ളതാണ്. പക്ഷെ നിങ്ങൾ ഇത്തരത്തിലുള്ളതായിട്ടുള്ള വൃത്തികേട്, ഞാൻ പറയുന്നത്, നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ മനുഷ്യരെ അപമാനിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ തുണിപൊക്കി കാണിക്കുകയാണ് ചെയ്യുന്നത്. രക്തസാക്ഷികളെ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് എത്രയോ മാന്യമായിട്ടുള്ള വഴികളുണ്ട് നിങ്ങളുടെ രാഷ്ട്രീയം നിർവഹിക്കാൻ. ചരിത്രം പഠിച്ച ആളല്ലേ? നിങ്ങൾ നടത്തുന്ന രാഷ്ട്രീയമാണ് ശരിയെന്ന് സന്ദീപ് വാചസ്പതി പറയുന്നത് സാധാരണക്കാരായ കർഷക തൊഴിലാളികളെ തെറ്റിദ്ധരിപ്പിച്ച് തോക്കിൻ കുഴലിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിച്ചെറിഞ്ഞു കൊടുത്തു. നേരത്തെ ശ്രീ പ്രകാശ് മാസ്റ്റർ അതിനെ കൃത്യമായ മറുപടി പറഞ്ഞു. എങ്കിൽ പോലും നേതാക്കൾ ആരും മരിച്ചില്ല. അതാണ്. അപ്പോൾ തൊഴിലാളികളെ കുരുതി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ ശ്രമം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് ആക്ഷേപം ഉന്നയിക്കാം. പക്ഷേ അദ്ദേഹം എന്തിനാണ് ഈ പൈതൃകത്തിന് മേൽ കയറുന്നത്? അതല്ല പ്രശ്നം. പൈതൃകത്തിന്റെ മേൽ കയറാനായിട്ട് ആരെയാണ് അനുവദിക്കുന്നത്? അത് വൈകാര്യമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. ഒരു കാരണവശാലും അയാൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. മറ്റെല്ലാം പറയാം, മുദ്രയായിരുന്നു, അതേപോലെ തന്നെ മറ്റ് പലതും. അങ്ങനെ ഏത് തരത്തിലുള്ള ആക്ഷേപങ്ങളും അദ്ദേഹത്തിന് ഉന്നയിക്കാനുള്ള അവകാശമുണ്ട് ഒരു മനുഷ്യൻ നില. പക്ഷെ അയാൾ എന്തിനാണ് ഈ പൈതൃകത്തിലേക്ക് ഇരച്ചു കയറി ചെന്നത്? അവിടെ ചെന്ന് ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കാനായിട്ട് എന്ത് അവകാശമാണ് അയാൾക്കുള്ളത്? അയാൾ അവിടെ പോയി രക്തസാക്ഷികൾ സിന്ദാബാദ് വിളിക്കേണ്ടിയിരുന്നത്. അത് വിളിക്കാനായിട്ട് പറ്റാത്തവരത്തിന് എന്തിനാണ് അവിടെ കയറണമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. വേറെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട് അവന് പോകാനായിട്ട്? അവിടെയൊക്കെ പോയിക്കൂടെ? ഈ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് വിളിക്കേണ്ടതായിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഭാരത് മാതാക്ക് ജയ് എന്ന് വിളിക്കാനായിട്ട് എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതാണുള്ള പ്രശ്നം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഭാരത് മാതാക്ക് ജയ് ഒരു മോശം മുദ്രാവാക്യമാണോ NM പിയേഴ്സൺ? അത് RSS വിളിക്കുന്നുണ്ടെന്ന് വിചാരിച്ച് വിപ്ലവം ജയിക്കട്ടെ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകൾ വിളിക്കുന്ന മുദ്രാവാക്യമാണ്. അതൊരു മോശം മുദ്രാവാക്യമല്ലല്ലോ. എന്നതുപോലെ ഭാരത് മാതാ കി ജയ് RSS വിളിക്കുന്ന മുദ്രാവാക്യമായിരിക്കും. അതൊരു മോശം മുദ്രാവാക്യമാണെന്ന് പറയാൻ കഴിയുമോ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവര് ശബരിമലയെ കുറിച്ച് ഒരാൾ സംസാരിക്കുന്നുണ്ടല്ലേ അല്ലെ? സ്വാമി അയ്യപ്പ എന്ന് വിളിക്കുന്നതിന് പകരം അവിടെ പോയി എന്തെങ്കിലും വേറെ വൃത്തികൾ പറഞ്ഞാൽ എന്ത് പറയും ഇവര്? അതാണ് ഞാൻ ചോദിക്കുന്നത്. അത് മര്യാദയാണ് അവര് ചെയ്യുന്നത്. ശബരിമലയിൽ പോയി ശരണം വിളിക്കാണ് ചെയ്യേണ്ടത്, അയ്യപ്പന് ശരണം വിളിക്കാണ് ചെയ്യേണ്ടത്. അതിന് പകരം അയ്യപ്പന്റെ അമ്മയ്ക്ക് വിളിക്കാൻ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാന്നുള്ളതാണ് പ്രശ്നം. ശരി, ശ്രീ NM പിയേഴ്സൺ, ഞാനിനി രാഷ്ട്രീയത്തിലേക്ക് വരികയാണ്. BJP ആ നിലയിൽ പ്രതിസന്ധിയിലാണോ കേരളത്തിൽ? ഒരു വ്യാജ വിഷയം സൃഷ്ടിക്കാനുള്ള ശ്രമമൊക്കെ സന്ദീപ് വാചസ്പതിയെ കൊണ്ട് ചെയ്യിക്കുന്ന രീതിയിലുള്ള ഒരു ഗുരുതരമായ പ്രതിസന്ധിയിൽ ഉഴലുന്ന പാർട്ടിയാണോ ഇന്ന് കേരളത്തിൽ BJP? അല്ല, നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം, അന്തചിത്രം കൊണ്ട് നട്ടം തിരിയുന്ന ഒരു പാർട്ടിയാണെന്നോ. അത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധി ആ പാർട്ടിക്കകത്ത് സൃഷ്ടിക്കുന്നുണ്ട്. അത് പക്ഷെ ആ പാർട്ടിയുടെ ഒരു ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അത് എല്ലാ പാർട്ടികളിലും പലതരം ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതവർക്ക് ആ രീതിയിൽ അതിനെ കാണുകയും അതിനെ മറികടക്കാനായിട്ട് അവർക്ക് പലതരത്തിലുള്ള മാർഗങ്ങൾ അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസമല്ല അതിനുവേണ്ടി അംഗീകരിക്കേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെറുപ്പ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നല്ലതല്ല നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം. ആ വെറുപ്പ് എന്ന് പറയുന്നത് സർവ്വ മനുഷ്യരിലേക്കും പടർന്നു കയറുകയും ഈ കേരളം എന്ന് പറയുന്നത് വെറുപ്പ് സൃഷ്ടിക്കുന്നതായിട്ടുള്ള ഒരു സംസ്ഥാനമായി മാറിത്തീരുകയും ചെയ്യും. ഇവിടെ ജീവിക്കുന്നതായിട്ടുള്ള മനുഷ്യർക്ക് പോലും സ്വാഭാവികമായിട്ടും അതുകൊണ്ട് അസ്വസ്ഥ ബാധിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലും ഒരു പ്രദേശത്തും ജീവിക്കേണ്ടതായിട്ടുള്ള ഗതികേട് ഉണ്ടാവുന്നതാണ്. അതല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യഥാർത്ഥത്തിൽ നിർമ്മിക്കേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള ഐഡിയോളജി മുന്നോട്ട് വെക്കാം, അതിന്റെ പ്രത്യേകതകൾ പറയാം, അതിന്റെ നന്മകളെല്ലാം പറയാം. അത് മുന്നോട്ട് വെച്ച് അവർ വോട്ട് പിടിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിൽ BJPയുടെ ഒരു രാഷ്ട്രീയത്തെ മാർക്കറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് വിരുദ്ധമായിട്ടുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള വിധ്വംസ പ്രവർത്തനങ്ങളിലേക്ക് പോകുമ്പോൾ കേരള സമൂഹം ഒരു കാരണവശാലും അതിനെ അംഗീകരിച്ചു കൊടുക്കാൻ പാടില്ലെന്ന അഭിപ്രായക്കാരനായി. ശ്രീ പ്രകാശ് മാസ്റ്റർ, BJP ഒരു ചെറിയ പാർട്ടിയാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം. കഴിഞ്ഞ കേരളത്തിൻ്റെ പിറവിക്ക് ശേഷം ഒരു തവണ മാത്രമാണ് അവർക്ക് നിയമസഭയിലെത്താൻ കഴിഞ്ഞിട്ടുള്ളത്, അതും ഒരൊറ്റ അംഗത്തിന്. നോക്കൂ, പക്ഷേ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് BJPയിൽ കേന്ദ്രീകൃതമാവുകയാണോ? BJP 1991 സഖ്യമുണ്ടാക്കി എന്ന് പറയുന്നു. അതേപോലെ ഇപ്പോൾ R ബാലശങ്കറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ മുന്നിൽ വരുന്നു. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ BJP കേന്ദ്രീകൃതമാകുന്നുണ്ടോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്? BJP എത്രമാത്രം വലിയ പ്രതിസന്ധിയിലാണ് എന്നുള്ളത് രാഷ്ട്രീയം വീക്ഷിക്കുന്ന ഏതൊരാൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. കേരളത്തിൽ മാത്രമല്ല,
നേരത്തെ രാജ്യത്ത് തന്നെ വളരെ ചെറിയ പാർട്ടിയായിരുന്നല്ലോ BJP. ഇന്ന് ഇന്ത്യയുടെ ഭരണകക്ഷിയായും നിരവധി സംസ്ഥാനങ്ങളുടെ ഭരണകക്ഷിയുമായുമെല്ലാം BJPക്ക് മാറി വരാനായത് അവർ ഇറക്കിയിരിക്കുന്ന വർഗീയ കാർഡിന്റെ അടിസ്ഥാനത്തിലാണ്. വർഗീയത ഇളക്കി വിട്ട് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിച്ച് വർഗീയതയുടെ മേലെയാണ് BJP രാജ്യത്ത് അധികാരത്തിൽ വന്നത്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നിലപാട് അവർക്ക് വളരെയേറെ സഹായകമായിട്ടുണ്ട്. രാജ്യത്ത് ഒരുപാട് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് കോൺഗ്രസ് MLA-മാരെ വിലക്ക് വാങ്ങിച്ച് അവിടെയെല്ലാം ഭരണം പിടിക്കാൻ അവർക്കായി. എന്നാൽ കേരളത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർ പഠിച്ച പണി 18 ശരി ശരി പ്രകാശ് മാഷ്, ഞാനിപ്പോൾ ഒരു സ്ഥാനാർത്ഥി എൻ്റെ മുന്നിൽ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹവുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. PC ജോർജ്, PC ജോർജ്, നോക്കൂ, BJPയുടെ ആലപ്പുഴ സ്ഥാനാർത്ഥി സന്ദീപ് വാചസ്പതി ഇന്ന് പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി RSS മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് എന്നുള്ളതായിരുന്നു നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം. അതിനിടയിലാണ് ഏറ്റുമാനൂരിലെയും പൂഞ്ഞാറ്റിലെയും BJP സ്ഥാനാർത്ഥികളുടെ രംഗപ്രവേശം ഒക്കെ നമ്മൾ കാണുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം PC ജോർജിന് കുറച്ചുകൂടി അടുത്തറിയാമല്ലോ ആ പാർട്ടിയെ. വളരെ കരുതലോടുകൂടിയാണോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കുന്നത്? ഒരിടത്തു പോലും 10,000 വോട്ടിൽ താഴെ പോകാത്ത രീതിയിൽ കരുതൽ BJPയിൽ ഉണ്ടെന്നാണോ പൂഞ്ഞാറ്റിലും അതുപോലെ ഏറ്റുമാനൂരിലും ഒക്കെ അവരുടേതായ സ്ഥാനാർത്ഥികളെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്? PC ജോർജ്, PC ജോർജിലേക്ക് മടങ്ങിയെത്താം. സോറി, ശ്രീ പ്രകാശ് മാസ്റ്റർ, താങ്കളിലേക്ക് ഞാൻ മടങ്ങിയെത്തുന്നു. അപ്പോൾ BJP കേന്ദ്രീകൃതമാകുന്നു എന്നുള്ളതാണ് ഈ വിഷയങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അത് ഇവിടെ പല സംസ്ഥാനങ്ങളിലും തങ്ങൾ പയറ്റിയിട്ടുള്ള അടവുകൾ കേരളത്തിൽ അവർക്ക് നടത്താനാവുന്നില്ല, ഇടതുപക്ഷത്തിന്റെ കരുത്തുകൊണ്ട് എന്നുള്ള ജാള്യത എത്ര വലിയ വിഷമമാണ് BJPക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 6 മാസക്കാലമായി നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ കയ്യിലുള്ള എല്ലാ ഏജൻസികളെയും, കേന്ദ്ര ഏജൻസികളെയും അമിത്ഷായുടെ നേതൃത്വത്തിൽ കേരളത്തിലെ ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ, മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താൻ, കേരള ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ അവർ പ്രയോഗിച്ചു. അവസാനം ഇവിടെ ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല എന്ന് പറഞ്ഞ പോലെ ഒന്നും കിട്ടാതെ അണ്ടി കളഞ്ഞ അണ്ണാനെ പോലെ നിൽക്കുകയാണല്ലോ BJPക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കഴിഞ്ഞിട്ടില്ല. പിണറായി വിജയന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പുകളെല്ലാം പരിശോധിച്ചാൽ ഈ LDFന്റെ ഗവൺമെന്റ് വരുന്ന സമയത്ത് എന്തായിരുന്നുവോ BJP, അതിൽ നിന്ന് അവർക്ക് 1 ഇഞ്ച് മുന്നോട്ട് പോകാനായിട്ടില്ല. ശരി, ഒരു മിനിറ്റ് ഒന്നുകൂടി ഞാൻ മടങ്ങിയെത്താം. ശ്രീ പ്രകാശ് മാസ്റ്റർ, താങ്കളിലേക്ക്. PC ജോർജ്, ഏറ്റുമാനൂരും പൂഞ്ഞാറ്റിലും ഒക്കെ BJP സ്ഥാനാർത്ഥികൾ വരുന്നു. 10,000-ൽ കുറയരുത് ഒരു മണ്ഡലത്തിൽ നിന്ന് കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് പറയുന്നു. BDJS ഏതെങ്കിലും തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള ഭയമുണ്ട്. എങ്ങനെയാണ് പൂഞ്ഞാറ്റിലൊക്കെ BJPയുടെ പ്രവർത്തനം, ശ്രീ PC ജോർജ്? പൂഞ്ഞാറ്റ് BJP ഉള്ള വോട്ട് അവർ കഴിഞ്ഞ തവണ BJP BDJS സ്ഥാനാർത്ഥിയിൽ നിന്ന് അവർക്ക് 20,000 വോട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷം BJP വോട്ടുകളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. BJPക്ക് ഇത്തവണ പൂഞ്ഞാറ്റ് സ്ഥാനാർത്ഥി BDJS ആണ് സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി ഇല്ല. BDJS സ്ഥാനാർത്ഥി നിൽക്കുന്നെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കൊരു 10,000-3,000 വോട്ട് കിട്ടാം, അതുപോലെ അപ്പുറത്ത് വോട്ട് കിട്ടുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു വളരെ നല്ല അനുകൂല സാഹചര്യം എനിക്കിപ്പോഴുണ്ട്. ഞാനിപ്പോ UDF LDFും വന്നു. UDF LDFിനെ വന്ന സ്ഥാനാർത്ഥികളൊക്കെ ഈ പൂഞ്ഞാറിന് രസമല്ല, പൂഞ്ഞാറുകാർ ഒരു സ്ഥാനാർത്ഥിയില്ല ഞാനല്ലാതെ. വേറെ വലിയ രസം എന്താ വെച്ചാൽ UDFന്റെ സ്ഥാനാർത്ഥി നമ്മുടെ കോട്ടയംകാരൻ, LDFന്റെ സ്ഥാനാർത്ഥി കാഞ്ഞിരപ്പള്ളി നിയമത്തിൽപ്പെട്ടവൻ. ഇപ്പോ BJPയുടെ എന്ന് പറഞ്ഞ് BDJS സ്ഥാനാർത്ഥി കൊണ്ടുവന്നത് ഏറ്റുമാനൂക്കാരൻ. ഞങ്ങൾ പൂഞ്ഞാറുകാർ വലിയ എല്ലാവരുടെയും കോളാമ്പിയാണോ? എനിക്ക് മനസ്സിലായില്ല. പൂഞ്ഞാറുകാരന് ഒരു പൂഞ്ഞാറിന് BDJSന്റെ സ്ഥാനാർത്ഥി കിട്ടാനില്ലേ? കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയില്ലേ? അല്ലെങ്കിൽ മാണിക്ക് ഒരു സ്ഥാനാർത്ഥിയില്ലേ? എന്തുകൊണ്ട് ഈ നിയോടത്ത് പുറത്താളെ കൊണ്ടുവന്ന് പൂഞ്ഞാറിന്റെ ജനം ചർച്ച ചെയ്യണേ? ഇത് ഞങ്ങളുടെ പൂഞ്ഞാറ് ജനത്തോടുള്ള അപമാനമാണ്. ജയിക്കുക തോക്കും എന്ന് പേടികളുകൊണ്ട് ആരും വരാത്ത. പൂഞ്ഞാറിലെ BJPയുടെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് നോബിൾ മാത്യു ഇടയ്ക്ക് പത്രിക നൽകിയിരുന്നു. അത് BDJSന് വിശ്വാസമില്ലാത്തത് കൊണ്ടാണെന്നാണ് അറിഞ്ഞത്. അല്ല, ഞങ്ങൾക്ക് തെറ്റാണ്. നോബൽ മാത്യു നോമിനേഷൻ കൊടുത്തില്ല. നോബൽ മാത്യു അങ്ങനെ നോമിനേഷൻ കൊടുക്കുക കാഞ്ഞിരപ്പള്ളിയിലാണ്. കാഞ്ഞിരപ്പള്ളിക്കാരന് അങ്ങേര് കാഞ്ഞിരപ്പള്ളി നീളെ തോട്ടുള്ളതാണ്. പിന്നെ എന്തിനാ അങ്ങേര് അവിടെ പൂഞ്ഞാറ്റിലോട്ട് വരുന്നേ? അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ചുമ്മാ പത്രക്കാരനെ ഓരോന്ന് എഴുതി വെക്കുന്ന ഒരു അർത്ഥമില്ല അതിനകത്ത്. അതൊക്കെ കൃത്യമായി PC ജോർജ് താങ്കൾ മനസ്സിലാക്കുന്നത്? യെസ്, കറക്റ്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോ 2-3 സ്വതന്ത്രന്മാരുണ്ടെന്നാണ് ഞാനൊന്നും എനിക്കറിയില്ല. BDJSന്റെ സ്ഥാനാർത്ഥി ഏറ്റുമാനൂക്കാരനാണെന്ന് അറിഞ്ഞു. അത് പൂഞ്ഞാറുകാരനും BDJSന്റെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. അയാളെ നിൽക്കുന്ന പറയാം. പിന്നെ എന്താ നിൽക്കാത്തതെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടില്ല.
പിന്നെ UDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോട്ടയംകാരനാണ്. LDF സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ മാണി ഗ്രൂപ്പിന്റെ ആണെന്ന്. മാണി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മാണി ഗ്രൂപ്പിൽ ചാടി. ആ ചാടി മാണി ഗ്രൂപ്പിൽ നിൽക്കുന്ന ആളാണ് ഇപ്പം. ജോസഫ് ഗ്രൂപ്പ് ആയിരുന്ന പഴയ ഇപ്പം മാണി ഗ്രൂപ്പിലാണ്. അയാളാണ് ഞങ്ങളുടെ LDF സ്ഥാനാർത്ഥി. അയാൾ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിൽ വോട്ടറാണ്. ഒരു പൊതുചിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ BJP കേന്ദ്രീകൃതമാകുന്നു തെരഞ്ഞെടുപ്പ് വിഷയങ്ങളെല്ലാം എന്നുള്ള നിലയിലാണ് ചർച്ച മുന്നോട്ട് പോകുന്നത്. നമുക്ക് 91-ലെ കോലീബി സഖ്യം, ഇപ്പോൾ R ബാലശങ്കർ പറഞ്ഞ കോന്നി കേന്ദ്രീകരിച്ചുള്ള ചില ഡീൽ, ഇപ്പോൾ പൂഞ്ഞാറ്റിലും ഏറ്റുമാനൂരിലും BDJs വോട്ട് മറിച്ചേക്കുമോ എന്നുള്ള ആശങ്ക, ഇതെല്ലാം കേരളത്തിലാകെ ചർച്ച ചെയ്യപ്പെടുകയാണ്. BJP ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നുണ്ടോ? ആ നിലയിൽ എന്തെങ്കിലും സാധ്യത BJPക്ക് ഉണ്ടെന്ന് PC ജോർജ് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ BJP കഴിഞ്ഞ ഇലക്ഷനേക്കാൾ കൂടുതൽ ശക്തി പ്രാപിച്ചെന്ന് നമുക്കറിയാം. ഞാൻ ഒരു രാഷ്ട്രീയം പറയുന്നത് എനിക്ക് നിഷ്പക്ഷമായിട്ട് കാര്യം പറയുന്നത് നിർബന്ധമുള്ളവനാണ്. അത് CPM ശക്തമായി CPM എന്ന് പറയും, കോൺഗ്രസ് ആണ് കോൺഗ്രസ് എന്ന് പറയും. എനിക്ക് അതിന്റെ പേരിലുള്ള വോട്ട് പോകുന്ന പ്രശ്നമൊന്നും എനിക്കില്ല. എന്റെ മനസ്സാക്ഷി ശരി ഞാൻ പറയുള്ളൂ. ഒരു സത്യമുണ്ട്, BDJs ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. നമ്മളിത് നിഷേധിക്കുന്നത്. അപ്പൊ ആ BJP തകർക്കാൻ വേണ്ടി എന്തെല്ലാം നുണ കൊണ്ടുവരാം, എന്തെല്ലാം ശക്തികളെ കൊണ്ടുവരാം, അത് CPM-ഉം കോൺഗ്രസും ഒരേ നേരത്തിൽ ശ്രമിക്കുകയാണ്. കാരണം ഈ BJP ഇവിടെ വന്ന് അധികാരം എത്തി കഴിഞ്ഞാൽ കോൺഗ്രസിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും പണിപൊട്ടും. നമുക്കറിയാം ഇപ്പൊ ഇന്ത്യ മഹാരാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചില മണ്ഡലങ്ങളിൽ BJP-യോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന BDJs-ഓ അഡ്ജസ്റ്റ്മെന്റിന് ശ്രമിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ ഈ അവസാന നിമിഷത്തിലുള്ള ഈ മാറ്റമറിച്ചിലുകൾ? എനിക്ക് മനസ്സിലാത്ത കാര്യമാണ് ഇത്. കോൺഗ്രസുകാരൻ പറയുമ്പോൾ BJP-യും CPM-ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണെന്നാ പറയുന്നത്. കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് കോൺഗ്രസും BJP-ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ്. അപ്പൊ BJP അഡ്ജസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഈയിടെ വൃത്തികിടക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പാർട്ടിയല്ലേ അത്, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയല്ലേ അത്. PC ജോർജ് രണ്ട് മുന്നണികളിലും പെടാത്ത സ്ഥാനാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ BJP-ക്കാരും വോട്ട് ചെയ്താൽ ഞാൻ സ്വീകരിക്കുമെന്ന നിലപാട് പറഞ്ഞിരുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ ഇപ്പോഴും PC ജോർജ്? 100% BJP-ക്കാർ വോട്ട് ചെയ്താൽ 100% സ്വീകരിക്കും. CPM-കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. CPI-ക്കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. മാണിക്കാർ വോട്ട് ചെയ്താൽ സ്വീകരിക്കും. കോൺഗ്രസ്സുകാരൻ വോട്ട് ചെയ്താൽ ആരുടെ വോട്ടും ഞാൻ സ്വീകരിക്കും. ഒരു സംശയം വേണ്ട. ഇതെല്ലാം എനിക്ക് കിട്ടുന്നുണ്ട്, ഒരു സംശയം വേണ്ട. അല്ല നിങ്ങൾ ജയിക്കുന്നത് കഴിഞ്ഞ 28 ഭൂരിപക്ഷം, ഇതാണ് 35 എഴുതിയിട്ടോ. അല്ല, പൂഞ്ഞാറിൽ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നോബൽ മാത്യു പത്രിക നൽകി എന്നാണ്. ഒപ്പം തന്നെ നേരത്തെ BDJs പത്രിക നൽകിയിരുന്നു. ആദ്യം ഒരു BDJsകാരൻ പത്രിക നൽകി, അത് കഴിഞ്ഞ് വേറൊരു BDJs പത്രിക നൽകി. ആദ്യം BDJ സ്ഥാനാർത്ഥിയായി MP സെന്നാണ് പത്രിക നൽകിയത്. പിന്നെ MR ഉല്ലാസും വന്നു അല്ലേ? അങ്ങനെ രണ്ട് BDJ സ്ഥാനാർത്ഥികളെ MR ഉല്ലാസാണ് മത്സരിക്കാൻ നിന്നത്. അയാൾ ഒരു ഹയർ സെക്കൻഡറി അധ്യാപകനായതുകൊണ്ട് കോടതി വിധി കിട്ടാത്തതുകൊണ്ട് അയാൾക്ക് മത്സരിക്കാൻ പറ്റാത്തതുകൊണ്ട് സെന്നിനെ സ്ഥാനാർത്ഥിയാക്കി. സെന്നിനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ സുപ്രീം കോടതി ഇപ്പോ ആ ഹൈക്കോടതി തീരുമാനം സ്റ്റേ ചെയ്തു. അപ്പൊ വേണമെങ്കിൽ ഉല്ലാസിന് നിൽക്കാം. ഉല്ലാസിന് നിൽക്കാമെന്ന് പറയാൻ ഉല്ലാസിന് ഓടിച്ചിട്ട് നോമിനേഷൻ ഉണ്ടാക്കട്ടെ. നോമിനേഷൻ പൂരിപ്പിക്കാൻ തന്നെ പൊന്നു നികേഷ് ഇപ്പൊ പഴയ നികേഷിന്റെ കാലത്തെ പോലെ അല്ല. നോമിനേഷൻ പോയി ഒരു 2 ദിവസം മുഴുവൻ കുത്തിയിരുന്നാലേ നോമിനേഷൻ പൂരിപ്പിക്കാൻ പറ്റും. അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ അത്ര നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുക. അപ്പൊ ഉല്ലാസിന് നോമിനേഷൻ പൂരിപ്പിക്കാൻ സമയം കിട്ടുകയില്ല. അതുകൊണ്ടായിരിക്കാം സെൻ നിൽക്കട്ടെ എന്ന് ചോദിച്ചാൽ സെന്നാണ് സ്ഥാനാർത്ഥി. അത് അതിന്റെ കുഴപ്പം സെന്ന് ഏറ്റുമാനൂർക്കാരനാണെന്നുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. അല്ല PC ജോർജ്, നമ്മൾ സെന്നോ അല്ലെങ്കിൽ ഉല്ലാസോ അല്ലെങ്കിൽ നോബൽ മാത്യുവോ എന്നുള്ള നിലയിലല്ല, എവിടെയൊക്കെയോ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട്. വളരെ വേഫർ തിൻ മെജോറിറ്റിയിലാണ് ഒരുപക്ഷെ ഭൂരിപക്ഷം കിട്ടുന്ന മണ്ഡലങ്ങൾ. അത് UDF-നാണെങ്കിലും LDF-നാണെങ്കിലും വേഫർ തിൻ മെജോറിറ്റി കിട്ടുന്ന ചില മണ്ഡലങ്ങൾ. ഇപ്പോൾ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതാ ഈ M പ്രകാശ മാസ്റ്റർ മത്സരിച്ച അഴീക്കോട് അടക്കമുള്ള 1-2 മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷമാണ് യഥാർത്ഥത്തിൽ UDF-നെ അധികാരത്തിലേറിയത്. പ്രകാശ മാസ്റ്റർ തോറ്റത് 400 ചില്ലുവാനം വോട്ടിനാണ്. അപ്പോൾ അങ്ങനെ ചെറിയ മാർജിനുള്ള മണ്ഡലങ്ങളിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ നടന്നാൽ കേരള ഭരണം തന്നെ മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടോ? അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടോ? അതാണ് ഞാൻ ഈ ഏറ്റുമാനൂരും പൂഞ്ഞാറും ഒരു സാമ്പിൾ കേസ് എന്നുള്ള നിലയിൽ താങ്കളോട് തന്നെ അന്വേഷിച്ച് കളയാമെന്ന് വിചാരിച്ചത്. ഒരു സംശയമാണ്. എനിക്ക് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ല, അഡ്ജസ്റ്റ്മെന്റും ഇല്ല, ആരുമായിട്ട് ഒരു ബന്ധമില്ല. പരിപൂർണ കേരള ജനപക്ഷം സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷെ എനിക്ക് കോൺഗ്രസ്സുകാരനെയും കമ്മ്യൂണിസ്റ്റുകാരന്റെ വോട്ട് കിട്ടുന്നുണ്ട്, LDF-ന്റെയും UDF-ന്റെ വോട്ട് കിട്ടുന്നുണ്ട്. അതേപോലെ ഞാൻ എങ്ങനെ ജയിക്കും? കഴിഞ്ഞ 28,000 ഭൂരിപക്ഷം ഞാൻ ഇതിൽ തന്റെ അടുത്തോട് ചുമ്മാ നികേഷിന് പറയുന്നത് 35,000 ഭൂരിപക്ഷം. ഞാനിപ്പോ എവിടെ നികേഷിനെ തുറന്നു പറയാം. അതായത് എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭാഗമായ നമ്മുടെ കോപ്പള്ളി മുഴുവൻ കടം കയറിച്ച വരുന്നത്. ഞാൻ അടുത്ത കടയോട്ട് പോവാ, മുഴുവൻ കടം കയറി.
അവിടെ 90% വോട്ട് എനിക്കാ. എന്റെ എതിർ സ്ഥാനാർത്ഥിയുടെ സ്വന്തം നാട്ടിലാണ് 90 വെല്ലുവിളിച്ചാ പറയുന്നത്. 90% വോട്ടും എനിക്കാ. അങ്ങനെ ഈ ജനങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരു മുന്നണിയുടെയും ഒരു ഔദാര്യം എനിക്ക് വേണ്ട. ഒരു മുന്നിൽ ഔദാര്യം ഞാൻ പറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതാണ് സത്യം. നിലവിൽ ആര് ജയിക്കുന്നതാണ് പി സി ജോർജ്? ഇത്രയും ദിവസം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച ആളല്ലേ, ആര് ജയിക്കും പി സി ജോർജ്? എവിടെ കേരളത്തിൽ 140 മണ്ഡലങ്ങളിൽ. കേരളത്തിൽ പറയാറായില്ല. അടുത്ത ആഴ്ച എന്നെ വിളിച്ചു, കറക്റ്റ് ചെയ്യാൻ പറയാം. നോമിനേഷൻ പൂർത്തീകരിച്ച് പിൻവലിച്ചു കഴിഞ്ഞ് സ്ഥാനാർത്ഥികളെല്ലാം നിരന്നു കഴിയുമ്പോൾ ഒരു 2 ദിവസം കഴിയുമ്പോൾ മുഴുവൻ ഏതൊക്കെ സീറ്റ് ജയിക്കുന്ന സീൽ ചെയ്ത് തരാം. ഇലക്ഷൻ കഴിഞ്ഞ് പൊട്ടിച്ചു. ശരി, വളരെ നന്ദി ശ്രീ പി സി ജോർജ്. ശ്രീ പ്രകാശ് മാസ്റ്റർ, ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒത്തുതീർപ്പുകൾ, ബി ജെ പിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ അത് കേരളത്തിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ? ഇന്ന് പിണറായി വിജയൻ പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിലും പ്രധാനമായും ബി ജെ പി കേന്ദ്രീകൃതമായ വർത്തമാനങ്ങളാണ്. ഇതില് ഇപ്പൊ തന്നെ ബി ജെ പി വോട്ട് വിറ്റു എന്നുള്ളത് സംബന്ധിച്ച വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. തൃപ്പൂണിത്തറയിലെ UDF-ന്റെ സ്ഥാനാർത്ഥി ബാബു അവിടെയുള്ള ബി ജെ പി വോട്ടുകൾ തനിക്കാണ് എന്ന കാര്യം പത്രക്കാരോട് പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. രഹസ്യമായ കാര്യമല്ല. അപ്പൊ തൃപ്പൂണിത്തറയിലെ വോട്ട് UDF-ന് വിറ്റിരിക്കുന്നു എന്ന കാര്യം വ്യക്തമാണല്ലോ. ഇത് ബി ജെ പി യഥാർത്ഥത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുന്ന സ്വന്തം നിലക്ക് ഒരൊറ്റ സീറ്റിൽ പോലും കേരളത്തിൽ ഇന്നത്തെ നിലക്ക് ബി ജെ പിക്ക് ജയിക്കാനാവില്ല. അവർ കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പങ്ക് വട്ടിപ്പലത്തിന്റെ പങ്കാണ്. എവിടെയാണ് വെച്ച് കഴിഞ്ഞാൽ തൂക്കം കിട്ടുക, ആ സീറ്റിൽ പോയിട്ട് ആ വോട്ടുകൾ നിൽക്കുക എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത്. ഇത് ബി ജെ പിയെ സംബന്ധിച്ച ഒരു പുതിയ കാര്യമല്ല. നേരത്തെ വടകരയിൽ ഇത്തരം ഒരു സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺഗ്രസും ലീഗുമായിട്ട് ചേർന്നുകൊണ്ടുള്ള ഒരു സഖ്യം അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ബേപ്പൂരിൽ ഇത്തരം ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളാരും പറയുന്നല്ല. KG മാരാർ അദ്ദേഹത്തിന്റെ ജീവചരിത്രത്തിൽ ആ കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേമത്ത് താൻ ജയിച്ചത് എങ്ങനെയാണ് എന്നുള്ള കാര്യം രാജഗോപാൽ പറഞ്ഞിട്ടുണ്ട്. UDF-ന്റെ വോട്ടെനിക്ക് കിട്ടിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 47,000-ഓളം വോട്ടുണ്ടായിരുന്ന UDF-ന് 13,000 വോട്ട് കുറയുന്നത് ആ പശ്ചാത്തലത്തിലാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഇത്തവണ തന്നെ നേമത്തുള്ള നെടുങ്കാട് സീറ്റ് അവിടെ നടന്നിരിക്കുന്ന തദ്ദേശ സ്ഥാപന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ 1200 വോട്ടുള്ള പാർട്ടിയാണ് അവിടെ UDF. അവരുടെ വോട്ട് 74 പോയി. അപ്പോ UDF-ഉം അതുപോലെ BJP-യും തമ്മിലുള്ള വോട്ടിന്റെ ബാന്ധവം നേരത്തെ നിലനിൽക്കുന്നതാണ്. അത് ഇത്തവണയും അരങ്ങേറാൻ പോകുന്നു. എന്തുകൊണ്ട്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തകർപ്പൻ വിജയം ഉണ്ടാകും എന്നുള്ള കാര്യം കേരള രാഷ്ട്രീയം അറിയുന്ന എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ നടന്നിരിക്കുന്ന എല്ലാ അഭിപ്രായ സർവേകളും ആ കാര്യം അടിവരയിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തന്നെ അവരുടെ വോട്ടർമാരുമായി ബന്ധപ്പെടുമ്പോൾ ഒരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് താങ്കൾക്ക് തികച്ചും ക്ഷേമകരമായ വികസനത്തിന്റെ കാര്യത്തിൽ ഒരു വികസന വസന്തം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രതിസന്ധികളിലും ജനങ്ങളുടെ കൂടെ നിന്നുള്ള പിണറായി വിജയന്റെ ഗവൺമെന്റ് ഈ കേരളത്തിൽ തുടരണമെന്ന് നേരത്തെ UDF-ന് വോട്ട് ചെയ്തിരിക്കുന്ന ആളുകൾക്ക് തന്നെ വലിയൊരു ഭാഗം ആളുകൾക്ക് ആഗ്രഹമുണ്ട് എന്ന കാര്യം UDF-ന് അറിയാം. അപ്പോ പരാജയം ഉറപ്പായിട്ടുള്ള UDF എന്ത് കാര്യവും കാണിച്ച് എങ്ങനെയെങ്കിലും കുറെ സീറ്റ് നേടാൻ വേണ്ടി കഴിയുമോ എന്ന് പരിശ്രമിക്കുക. അതിന് അവർക്ക് നേരത്തെ ആശ്രയിക്കാൻ കഴിഞ്ഞത് BJP ആണ്. ഇപ്പോഴും BJP ആശ്രയിക്കുന്നതിന് വേണ്ടി അവർ ശ്രമിക്കുക. അത്തരമൊരു അവിശുദ്ധമായ സഖ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതിന് വേറെ യാതൊരു പ്രശ്നവുമില്ല. കാരണം അവർ ഏതാണ്ട് ഒരേ തൂവൽ പക്ഷികളാണ്. വ്യത്യസ്ത വിഷയങ്ങളിൽ ഒരേ നിലപാടുകളാണ്. അവർ തമ്മിൽ വലിയ നിലക്ക് അഭിപ്രായ ഭേദങ്ങളില്ല. അവർ തമ്മിലുള്ള അതിർവരമ്പ് വളരെ നേർത്തതാണ്. ഇപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, ഇന്ത്യ രാജ്യത്ത് BJP ഇത്രമാത്രം വളർന്നു വന്നിട്ടുള്ളത് ഈ കോൺഗ്രസിന്റെ പിൻബലത്തോടെയല്ലേ. രാജ്യത്തിനകത്ത് BJP-യുടെ 80. ശരി, ശ്രീ പ്രകാശ് മാസ്റ്റർ, ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക്. ശ്രീ NM Pearson, ഇവിടെ പ്രകാശം മാസ്റ്റർ പറയുന്നതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധാലുക്കളായിട്ടാണ് BJP മുന്നോട്ട് പോയിട്ടുള്ളത്. അവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വൈകുന്നു എന്ന് മാത്രമല്ല, അതായത് ഇന്നും ഏറ്റുമാനൂരിലോ പൂഞ്ഞാറ്റിലോ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഓടി നടക്കുന്നു എന്ന് മാത്രമല്ല, സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് പോലും ഏറ്റവും ഒടുവിലാണ്. എന്തിനാണ് അവർ ഒടുവിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ടുള്ളത്? UDF-ൻ്റെയും LDF-ൻ്റെയും സ്ഥാനാർത്ഥികളെ കാണണം എന്നതുകൊണ്ടാണ്, ആരൊക്കെയാണ് എന്നറിയണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്തോ ചില ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഓരോ മണ്ഡലത്തിലും ആര് ജയിക്കണം ആര് തോൽക്കണമെന്ന്, നമുക്ക് ജയിക്കാൻ കഴിയില്ല എങ്കിലും ആര് ജയിക്കണം ആര് തോൽക്കണം എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത BJP-യുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഓരോ മണ്ഡലം കേന്ദ്രീകരിച്ച് പരിശോധിച്ചാലുണ്ടാകും. ഉദാഹരണത്തിന് ആറന്മുള നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ MT രമേശ് മത്സരിച്ച
മണ്ഡലമാണത്. അത് BJPയുടെ A+ കാറ്റഗറിയിൽ വരുന്ന മണ്ഡലമാണെന്നാണ് അവർ തന്നെ പുറത്തുവിട്ട ലിസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത്തവണ അവിടെ ഒരു ഓർത്തഡോക്സ് സഭാ പ്രതിനിധിയാണ് വെച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ക്രെഡൻഷ്യൽ, UDFൻ്റെ ക്രെഡൻഷ്യൽ രണ്ടും പരിശോധിക്കുകയാണെങ്കിൽ ജാതി സമവാക്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മുടെ തെരഞ്ഞെടുപ്പിൽ ഭാഗമാകാറുണ്ടല്ലോ. അപ്പോൾ ഓരോ നിയമസഭാ മണ്ഡലത്തിലും BJPയെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ അജണ്ടയുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഷീനം പിയേഴ്സൺ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ അവസാന നിമിഷത്തിൽ പോലും കൗതുകത്തോടു കൂടി അവർ ഓരോ മണ്ഡലത്തിലെയും മത്സരം നോക്കുകയാണ്. എന്തായിരിക്കണം BJPയുടെ ലക്ഷ്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ്? BJPയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ തകർത്ത് തരിപ്പണമാക്കി കോൺഗ്രസിന്റെ പൊസിഷൻ എങ്ങനെയാണ് BJPയുടെ പൊസിഷനാക്കി മാറ്റുക എന്നുള്ളതാണ്. അതാണ് അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത്. അങ്ങനെ കോൺഗ്രസിനെ തരിപ്പണമാക്കി കോൺഗ്രസ് ഇപ്പോൾ അത് ഏത് സ്ഥാനത്താണ് നിൽക്കുന്നത്? പ്രതിപക്ഷമാണ്. ഇപ്പോൾ പ്രധാന പ്രതിപക്ഷമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെതിരെ BJPയെ കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതിനുശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭരണത്തിൽ നിന്ന് മാറ്റുക. ഈ ലക്ഷ്യം നടപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പലതരത്തിലായിട്ടുള്ള കൗശലങ്ങൾ, പലതരത്തിലായിട്ടുള്ള രീതിശാസ്ത്രങ്ങൾ, അതെല്ലാം അവർ ഉപയോഗിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഞാനിന്ന് ഈ സന്ദീപ് വാചസ്പതി പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പൈതൃകത്തെ അടിച്ചുവിടക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ആയത് വലിയ കാര്യമായിട്ട് കാണുന്നില്ല. അവർക്കൊരു തെരഞ്ഞെടുപ്പ് വിഷയം മാത്രമായിട്ടാണ് പോകുന്നത്. അതല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ എല്ലാവിധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഇമേജുകളെയും തകർത്ത് തരിപ്പണമാക്കുക എന്ന് പറയുന്ന ആത്യന്തികമാവും ദീർഘവീക്ഷണത്തോടു കൂടിയതായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ BJPയുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ട് നികേഷ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ രണ്ട് മുന്നണികളും അവതരിപ്പിക്കുന്നതായിട്ടുള്ള സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടുള്ള ശ്രമം നടക്കുന്നതിന്റെ ഒരു ടാക്ടിക്സ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ വളരെ വളരെ വർഷങ്ങളോളം നീണ്ടു നിൽക്കാൻ പോകുന്ന തരത്തിലുള്ള ദൂരവ്യാപകമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള അടവുകൾ എടുത്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഷീനം പിയേഴ്സൺ, ഇവിടെ കോൺഗ്രസ് ഇല്ലാത്ത കേരളം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെങ്കിൽ ആ നിലയിലുള്ള ഒരു സ്ഥാനാർത്ഥി നിർണയമല്ല ഒന്ന് BJP നടത്തുന്നത്. പലയിടത്തും കോൺഗ്രസ് MLA-മാരെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില സ്ഥാനാർത്ഥി നിർണയം നമുക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നതുമാണ്. ആ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥികളെ, LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം എവിടെയും കാണാൻ കഴിയുന്നുമില്ല. അതിനും അപ്പുറത്തേക്ക് ഷീനം പിയേഴ്സൺ സ്വന്തം പാർട്ടിയിൽ കുറച്ച് അംഗങ്ങൾ ഉണ്ടാകണമെന്നൊരാഗ്രഹം ഏത് സംസ്ഥാന ഘടകത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ലേ? ഏതെങ്കിലും ഫാക്ടറിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് BJP അംഗങ്ങൾ ജയിച്ചു വരുമോ എന്നുള്ള ആശങ്ക ഉള്ളതുപോലെ തോന്നുന്നു കെ സുരേന്ദ്രൻ നേതൃത്വം നൽകുന്ന BJPക്ക്. താൻ മഞ്ചേശ്വരത്തും കോന്നിയിലും മത്സരിക്കുന്നു, അവിടെ രണ്ടും ജയിക്കണം എന്നുള്ള നിലയിൽ ഹെലികോപ്റ്ററിലൊക്കെ പറക്കുന്നുണ്ടെങ്കിൽ പോലും ബാക്കിയുള്ള ഇടങ്ങളിൽ ആർ ബാലശങ്കർ പറയുന്ന അതാണല്ലോ. ചെങ്ങന്നൂരിൽ എനിക്ക് ഓർത്തഡോക്സ് സഭയുടെ പിന്തുണയുണ്ട്. SNDP യോഗവും NSSഉം ദീർഘകാലമായി ഞാൻ ഒരു കട്ടൻ ചായ പോലും വാങ്ങിക്കൊടുക്കാതെ നൽകിയ സേവനത്തിന് നന്ദിപൂർവ്വം ഞാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ജയിപ്പിക്കാൻ വേണ്ടി അവർ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ ഇവരെന്താ ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അവർ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടൊരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നുള്ള സംശയമാണ്. അപ്പോൾ ആ നിലയിൽ ജയിക്കാനുള്ള ഒരു കോപ്പുകൂട്ടലുമില്ല. രണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു പാർട്ടിയെ തോൽപ്പിക്കണമെന്നുള്ള കൃത്യമായ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്മൾ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ കാണുന്നുമില്ല ഷീനം പിയേഴ്സൺ. അപ്പോൾ എന്താണ് അജണ്ട എന്നത് ഒരു വ്യക്തത കിട്ടാതെ പോവുകയാണ്. താങ്കൾക്കുണ്ടോ വ്യക്തത? അല്ല, എനിക്ക് തോന്നുന്നത് ഇവര് ഇപ്പൊ രണ്ട് മണ്ഡലങ്ങളിൽ ഹെലികോപ്റ്ററിന് പറന്ന് മത്സരിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇതുവരെ കേരളത്തിൽ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സാധ്യത അദ്ദേഹം കേരളത്തിന്റെ മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. കാരണം കേരളത്തിൽ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരു, നമ്മളെ കമ്മ്യൂണിസ്റ്റുകാരായാൽ പോലും അവരൊക്കെ വിമർശിക്കാറുണ്ട് ഇത്തരത്തിലുള്ള പരിപാടികളായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിന് അങ്ങനത്തെ ഒരു ക്രിട്ടിക്കൽ മൈൻഡ് ഉണ്ട്. ആ ക്രിട്ടിക്കൽ മൈൻഡ് പോലും നശിപ്പിച്ചു കളയാന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യമുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ആ ലക്ഷ്യം എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് അത് നേരത്തെ പറഞ്ഞതുപോലെ ഇവര് തകർത്ത് കളയുക എന്നുള്ളതാണ്. തകർത്ത് കളയാനേ പല മാർഗങ്ങളുണ്ട്. അവരെന്താ പറഞ്ഞുകൊണ്ടിരിക്കണം? 35 സീറ്റോ 45 സീറ്റോ കിട്ടിക്കഴിഞ്ഞാൽ കേരളം ഞങ്ങൾ ഭരിക്കുമെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ BJPയുടെ പ്രസിഡന്റ് കേരളത്തിൽ വന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് അവർക്ക് ഇതേപോലെ കേരളത്തിൽ സംസാരിക്കാനായിട്ട് കഴിയുന്നത്? എന്തുകൊണ്ട് അവർക്ക് ആ തരത്തിലുള്ള ഒരു ആത്മവീര്യം ഉണ്ടാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമല്ലേ? ഇവരെല്ലാം ചെയ്യുന്നത് എന്താണ്?
രക്തസാക്ഷി മണ്ഡലത്തിൽ കയറിയിട്ട് ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുന്നത് പോലെ തന്നെയുള്ള ഉളുപ്പില്ലാത്തതായിട്ടുള്ള വർത്തമാനമാണ്. 35 സീറ്റ് എങ്ങനെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭരണം ഞങ്ങൾ അട്ടിമറിച്ചെടുക്കുമെന്ന് കേരളത്തിൽ വന്ന് നാണമില്ലാതെ ഇവർ പറയുന്നത്. അതിനെങ്ങനെയാണ് കേരളം എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. അപ്പോൾ ഇവര് എല്ലാ തരത്തിലും ആശയക്കുഴപ്പങ്ങൾ നിർമ്മിച്ച് എല്ലാ തരത്തിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആ ആശയക്കുഴപ്പങ്ങൾക്ക് അകത്ത് നിന്ന് അവരെ ആഗ്രഹിക്കുന്ന തരത്തിലുള്ളതായിട്ടുള്ള ഒരു രാഷ്ട്രീയത്തെ കേരളത്തിൽ രൂപപ്പെടുത്തിയെടുക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി, ശ്യാംപ്രകാശ് മാസ്റ്റർ, ഈ കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ഒറ്റ അജണ്ട BJPക്ക് കേരളത്തിലുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇവിടെ BJPക്ക് ഈ കേരള രാഷ്ട്രീയത്തിൽ ചെയ്യാൻ കഴിയുന്നത് എന്ത് എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് കൃത്യമായ ബോധ്യമുണ്ടല്ലോ. ഒരു കാരണവശാലും ഈ പറയുന്നത് പോലെ സീറ്റുകൾ നേടാൻ പറ്റാവുന്ന ഒരു അന്തരീക്ഷം കേരളത്തിൽ ഇല്ല എന്നുള്ളത് അവർക്ക് നല്ലതുപോലെ ബോധ്യമുണ്ട്. ഇപ്പോ ഈ കഴിഞ്ഞ 6 മാസക്കാലമായിട്ട് അവർ കോൺഗ്രസിന്റെ കൂടെയായിരുന്നുവല്ലോ. കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ കേന്ദ്ര ഏജൻസികളെ പൂർണ്ണമായിട്ടും ഉപയോഗിക്കുമ്പോൾ അതിനെതിരെ ഒരു അക്ഷരം ഉരിയാടാൻ ഇവിടെ UDF ഉണ്ടായിരുന്നില്ല. രാജ്യത്താകെ ഇതിനെതിരായ നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുമ്പോഴും ഇവിടെ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്ന രമേശ് ചെന്നിത്തലയല്ലേ നമ്മൾ കണ്ടത്. അപ്പോ കേരളത്തിലെ ഗവൺമെന്റിനെ അട്ടിമറിക്കാനും അപകീർത്തിപ്പെടുത്താനും നശിപ്പിക്കാനും യഥാർത്ഥത്തിൽ UDFന്റെ B ടീമായിട്ടാണ് BJP കേരള രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നത്. തെരഞ്ഞെടുപ്പ് രംഗത്തും അവർ മറ്റൊന്നല്ല ഉദ്ദേശിക്കുന്നത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കുക, അതിന് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തുക. അതിന് എന്ത് വൃത്തികേടുകളും ആവാം എന്നൊരു നിലപാട് അവർ സ്വീകരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ ദൃഷ്ടാന്തമാണ് തൃപ്പൂണിത്തറയെ സംബന്ധിച്ച് വന്നിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. യഥാർത്ഥത്തില് ബാലശങ്കറിന്റെ വിഷയം എന്താ? ബാലശങ്കറിന്റെ വിഷയം അവർക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. ഒരിക്കലും ജയിക്കാൻ ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJPക്കകത്ത് എത്ര വലിയ പഠനപടക്കങ്ങളാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടായത്. സ്ഥാനാർത്ഥി നിർണയത്തിന്റെ കാര്യത്തിൽ എത്ര വലിയ നിലക്കുള്ള കുഴപ്പങ്ങൾ ആ പാർട്ടിക്കകത്ത് ഉണ്ടായി. ആ കുഴപ്പത്തെ CPM-നെതിരായിട്ടൊരു കാര്യമാക്കി മാറ്റി തീർക്കാൻ ആറന്മുളയും ചെങ്ങന്നൂരും കോന്നിയും ചേർത്തുകൊണ്ട് ഒരു കഥയുണ്ടാക്കാൻ ഓർഗനൈസറിന്റെ നേതാവ് ശ്രമിക്കുന്നതിനാ. ആറന്മുള ഞങ്ങളുടെ സീറ്റാണ്, ചെങ്ങന്നൂർ ഞങ്ങളുടെ സീറ്റാണ്, കോന്നി ഞങ്ങളുടെ സീറ്റാണ്. അവിടെ കോന്നിയിൽ ഞങ്ങൾ നേരത്തെ പരാജയപ്പെടുത്തത് BJPയുടെ പ്രസിഡന്റിനെയാണ്. അദ്ദേഹം 3ാം സ്ഥാനത്ത് നിന്ന സ്ഥലമാണ്. എന്നിട്ട് ഞങ്ങൾക്ക് എന്തോ ധാരണ ഉണ്ടാക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന BJP വിരുദ്ധ ശ്രമമാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിലൊക്കെ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. BJP ഇന്ത്യക്കകത്ത് ഏറ്റവും വലിയ എതിർക്കപ്പെട്ട ഒരു പാർട്ടിയാണ്. എന്നാൽ കേരളത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ BJPക്ക് സ്വന്തമായിട്ട് അധികാരത്തിൽ വരാൻ വേണ്ടി പറ്റാവുന്ന ഒരു നിലയും ഇല്ല എന്നുള്ളത് രാഷ്ട്രീയം അറിയുന്ന എല്ലാവർക്കും അറിയാം. ഒരു സീറ്റിൽ പോലും സ്വന്തമായി ജയിക്കാൻ BJPക്ക് ആവില്ല. ഇവിടെ കോൺഗ്രസ് UDFനെ ജയിപ്പിക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യാൻ വേണ്ടി കഴിയുക എന്ന് പരിശോധിക്കുന്ന BJPയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. BJPയും അതുപോലെ UDFും ഒരു അവിശുദ്ധ സഖ്യത്തിലാണ്. നേരത്തെ ഉണ്ടായതുപോലെയുള്ള കോലിബി അപ്രഖ്യാപിതമായ നിലക്ക് നടപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. അതിനെ കേരളം പരാജയപ്പെടുത്തും. എന്തുകൊണ്ട്? കേരളത്തിന് BJPയെ കൃത്യമായിട്ട് അറിയാം. നേരത്തെ UDFന്റെ ഗവൺമെന്റ് വരുന്ന കാലത്ത് 6.6% ഉണ്ടായിരുന്ന BJP അവരുടെ 5 കൊല്ലത്ത് ഉമ്മൻചാണ്ടി ഭരണം തീരുമ്പോഴേക്ക് അവർ വളർന്നു. എന്നാൽ 14%, 15% ഇടയിൽ ഉണ്ടായിരുന്ന BJPയുടെ സ്വാധീനം 5 വർഷക്കാലം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിച്ചപ്പോ 1% പോലും കൂടിയിട്ടില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും 15% താഴെ തന്നെയാണ്. അപ്പോ BJPക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം പിണറായി വിജയന്റെ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത് അവർ കൃത്യമായിട്ട് അറിയാം. അവരുടെ വർഗീയ നിലപാടൊന്നും ഈ കേരളത്തിൽ വിലപ്പോകാൻ. ശരി, ശ്രീ പിയേഴ്സൺ, നിലവിലെ സാഹചര്യത്തിൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു റോൾ വഹിച്ചിട്ടില്ല എങ്കിൽ ഒന്നുകിൽ അവർ ഈ 1-ൽ നിന്ന് വലിയ നിലയിലേക്ക് അവരുടെ അംഗസംഖ്യ കൂട്ടണം. അതിനാവശ്യമായിട്ടുള്ള സീറ്റുകൾ അവർ പറയുന്നുണ്ട്, A+ എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സീറ്റുകൾ. ഇപ്പോൾ സുരേഷ് ഗോപിയും കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്ററിൽ തൃശ്ശൂരിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇനി 10 ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ അദ്ദേഹം അവിടെ പ്രചരണം നടത്തുന്നുള്ളൂ. പാലക്കാട് E. ശ്രീധരനെ നിർത്തിയിരിക്കുന്നു. മലമ്പുഴയിൽ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ ജയസാധ്യതയുള്ള സീറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഒന്നുകിൽ ആ നിലയിൽ കുറേ പേരെ ജയിപ്പിക്കണം. അതല്ല എങ്കിൽ BJPയെ സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു അജണ്ട നടപ്പിലാക്കണം. എങ്കിലേ BJPയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചതുർബനിയ എന്ന് വിളിക്കുന്ന പാർട്ടിയാണത്. അതായത് മഹാത്മാഗാന്ധിയെ പോലും ചതുർബനിയ എന്ന് വിളിക്കാമെങ്കിൽ ആ നിലയിലുള്ള ചാതുര്യം വേണം രാഷ്ട്രീയത്തിൽ എന്ന് കച്ചവട താല്പര്യത്തോടു കൂടി തന്നെ കാണുന്ന ഒരു പാർട്ടിയാണ് BJP. അങ്ങനെ ഒരു BJPയെ സംബന്ധിച്ചിടത്തോളം അജണ്ട നടപ്പാക്കാനുള്ള ശക്തി അവർക്കുണ്ട് എന്ന നിലയിൽ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക തന്നെ ചെയ്യില്ലേ ശ്രീ പിയേഴ്സൺ? അല്ല, ശരിയാണത്. അവർക്ക് അജണ്ട നടപ്പിലാക്കാനായിട്ട് കഴിയില്ല
എന്ന് നമ്മൾ പറയുന്നത് ശരിയായ കാഴ്ചപ്പാടായിരിക്കില്ല. കാരണം അവരെ എല്ലാ സ്ഥലങ്ങളിലും അജണ്ട നടപ്പാക്കി മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അതിന് ഒരു പരിധിയുമില്ലാതെ ഏത് അറ്റം വരെയും പോകും, എന്തും ചെയ്യും. അങ്ങനെ എന്തും ചെയ്യും എന്ന തരത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുപോകാനായിട്ട്, രാഷ്ട്രീയത്തെ മാറ്റിയെടുക്കാനായിട്ട് BJPക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ നമ്മൾ സമീപിക്കുന്ന സമയത്ത് മനസ്സിലാക്കുന്ന കാര്യം. അങ്ങനെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ മൊത്തമായിട്ട് കച്ചവടവൽക്കരിക്കുകയും വാണിജ്യവൽക്കരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ രാഷ്ട്രീയത്തെ നല്ല രീതിയിൽ തന്നെ മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ആളുകളെ പഠിപ്പിക്കുകയും ചെയ്ത പാർട്ടി കേരളത്തിൽ നടത്തുന്ന ശ്രമം അത് തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് യഥാർത്ഥത്തിൽ മെട്രോമാൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന് കേരളത്തിൽ ഞാൻ മുഖ്യമന്ത്രിയാവാൻ തയ്യാറാണ് എന്ന് പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അന്ധവിശ്വാസം, അതൊരു അന്ധവിശ്വാസമാണ്. കാരണം എന്ന് വെച്ചാല് എന്തെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള റിയാലിറ്റി, യാഥാർത്ഥ്യബോധം ഉണ്ടെങ്കിൽ ഒരു മനുഷ്യനും അങ്ങനെ പ്രഖ്യാപിക്കില്ല എന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം കേരളത്തിൽ ഇപ്പോൾ BJPക്ക് വളർച്ചയുണ്ടെങ്കിൽ പോലും BJP ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന ഒരു സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയാണ്. നിയമമായിരുന്നു ഇവരുടെ ഗുജറാത്ത് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത്. ആ നിയമം ഗുജറാത്ത് അല്ല എന്ന് അവർക്ക് തന്നെ ഇപ്പോൾ തോന്നി തുടങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ജയിക്കുമെന്ന് ഉറപ്പുള്ളതായിട്ടുള്ള ഒരു സീറ്റ് പോലും എല്ലാ തരത്തിലുള്ള വാണിജ്യവൽകൃതമായിട്ടുള്ള അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതായിട്ടുള്ള പാർട്ടിക്ക് തൽക്കാലം എന്തായാലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സ്വന്തം അജണ്ട നടപ്പിലാക്കുന്നതിൽ പലതരത്തിലുള്ളതായിട്ടുള്ള പ്രതിസന്ധികൾ നേരിടുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ എല്ലാവിധമായിട്ടുള്ള കലുഷിതമായിട്ടുള്ള, സങ്കീർണമായിട്ടുള്ള, സംശയാസ്പദമായിട്ടുള്ള മുന്നേറ്റങ്ങളാണ് നമ്മളിപ്പോ നേരത്തെ ചർച്ച ചെയ്ത് എല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അജണ്ട കൃത്യമായിട്ട് നടപ്പിലാക്കാൻ പറ്റാത്ത സമയത്ത് അജണ്ടയുമായി മുന്നോട്ട് വരുന്നതായിട്ടുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ആസൂത്രിത സംവിധാനത്തിന് ഉണ്ടാകാവുന്നതായിട്ടുള്ള തകർച്ച യഥാർത്ഥത്തിൽ നമുക്ക് അവിടെ കാണാം എന്നെനിക്ക് തോന്നുന്നു. ശരി, CM പ്രകാശ് മാസ്റ്റർ, അവസാനമായി ഇലക്ഷന് ശേഷം ഒരുപക്ഷെ BJPയുടെ നിരാശയിലോ അല്ലെങ്കിൽ ആത്മവിശ്വാസത്തിലോ, കൂടുതൽ ആത്മവിശ്വാസത്തിലോ വലിയൊരു സംഘർഷം CPMുമായി നേരിട്ട് CPMനെ നേരിടാൻ കഴിയുന്ന, ഫിസിക്കലായി ശാരീരികമായി പോലും കഴിയുന്നൊരു പാർട്ടി തന്നെയാണല്ലോ RSSഉം BJPയും. സന്ദീപ് വചസ്പതി കാണിക്കുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷം വലിയൊരു സംഘർഷം കേരളത്തിൽ രൂപപ്പെടുമെന്നാണോ? കേരളത്തിൽ ഏതെങ്കിലും സീറ്റുകളിൽ വിജയത്തെക്കുറിച്ച് സ്വപ്നമെങ്കിലും നെയ്യാൻ കഴിയണമെങ്കിൽ UDFന്റെ സഹായം വേണമെന്നുള്ളത് കൃത്യമായിട്ട് BJPക്ക് അറിയാം. നിയമം മോഡൽ നടപ്പാക്കിയാലല്ലാതെ ഒരു സ്ഥലത്ത് ജയിക്കാൻ BJPക്ക് ജയം സ്വപ്നം കാണാൻ പോലും അവർക്കാവില്ല. അപ്പോൾ അതെങ്ങനെയാണ് സംഘടിപ്പിക്കാനാവുക എന്നുള്ളത് BJPയുടെ താല്പര്യം. UDFനാവട്ടെ ഇന്നത്തെ സാഹചര്യത്തിൽ തിരിച്ച് അധികാരത്തിൽ വരാൻ യാതൊരു സാധ്യതയുമില്ല. കുറെ സീറ്റുകളെങ്കിലും നേടിയെടുക്കാനാവണമെങ്കിൽ ചില സ്ഥലങ്ങളിലെങ്കിലും BJPയുമായിട്ട് പഴയ കോലീബി സഖ്യം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമം, ഇത് രണ്ടും ചേർന്ന കാര്യമാണ് കൃത്യമായി നടക്കുന്നത്. എന്നാൽ കേരളത്തിലെ ജനത പ്രബുദ്ധമായിട്ട് ജനതയാണ്, വർഗീയതയെ കൃത്യമായി തിരിച്ചറിയാൻ കഴിയുന്ന ജനതയാണ്. ജനപക്ഷ ഗവൺമെന്റും ജനപക്ഷത്ത് നിൽക്കുന്ന ശക്തികളും രാഷ്ട്രീയ ശക്തികളും ആര് എന്നുള്ളത് കൃത്യമായിട്ട് അറിയുന്ന ജനതയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ സ്വപ്നങ്ങളും വൃഥാവിലാകാൻ വേണ്ടി പോകുന്നു. സംഘർഷമെങ്കിലും ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടി കഴിയുമോ എന്ന ശ്രമത്തിന്റെ ആയിരുന്നു ഇന്ന് പുന്നപ്രവയലാറിലെ അവരുടെ ഈ പ്രകടനം. അതൊന്നും കേരളീയ സമൂഹത്തിൽ ഒരു സ്വാധീനവും ചെലുത്താൻ വേണ്ടി പോകുന്നില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആകാശം ഈ കേരളത്തിൽ അതിന്റെ എല്ലാ നിലയിലുമുള്ള പ്രഭാവത്തോടു കൂടി മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ ഉറപ്പാണ് LDF, ഉറപ്പാണ് കേരളത്തിൽ തുടർഭരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ശരി, വളരെ നന്ദി CM പ്രകാശ് മാസ്റ്റർ, ഒപ്പം തന്നെ NM പിയേഴ്സൺ, സന്ദീപ് വചസ്പതി, TS നമസ്കാരം.